സ്പോട്ട്ലൈറ്റ് തുടങ്ങാനുള്ള ബെല്ലടിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഹാജർ വെച്ചിട്ടുണ്ട്, ശാലിനി. ഇനി ഗസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ച ഗസ്റ്റിന്റെ ശബ്ദമൊക്കെ ഒന്ന് നോക്കട്ടെ. ഹലോ. ഇത്രേ ഉള്ളൂ? ഇത്ര വരില്ലോ ശരിക്കും? സോഫ്റ്റ് സ്പോക്കൺ. ഒന്നാമത്തെ കാര്യം എന്റെ ഈ ചീവീട് ചിലക്കുന്ന പോലത്തെ ശബ്ദമായോണ്ടേ അത് ആ കേൾക്കണവരുടെ റേഡിയോ അടിച്ചു പോകും. എങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇത്രയും കേട്ടപ്പോ തന്നെ മനസ്സിലായിട്ടാവുമല്ലോ അല്ലെ ഈ വോയിസുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണെന്ന് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ വന്നിട്ടുള്ളതെന്ന് ഞാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം അല്ലെ. ഞാൻ ഒരു ഗംഭീര ഇൻട്രൊഡക്ഷൻ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. അപ്പോഴായിരുന്നു സോഫ്റ്റ് സ്പോക്കൺ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് അറിയത്. ശരി, നമ്മളെ ഇന്ത്യൻ മ്യൂസിക് വേൾഡിന് വിവരമുള്ള മ്യൂസിക് ലവേഴ്സും മ്യൂസീഷ്യൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് AR റഹ്മാന് മുൻപും AR റഹ്മാന് ശേഷവും. അതേപോലെ തന്നെയാണ് ഇപ്പൊ മലയാള സിനിമയില് മലയാള മ്യൂസിക് വേൾഡിന് ഓരോരുത്തർ പറയുന്നത് ഗോപി സുന്ദറിന് മുൻപും ഗോപി സുന്ദറിന് ശേഷവും. ശരിക്കും റഹ്മാൻ സാറിനെ പറ്റി പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം ശാലിനി പറയുണ്ടായി, വിവരമുള്ളവർ എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ചിലപ്പോൾ എനിക്ക് മുമ്പും എനിക്ക് ശേഷവും എന്ന് പറയാൻ വേണ്ടി അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരായിരിക്കും എനിക്ക് തോന്നുന്നു. അതായത് വിവരമില്ലാത്തവരുണ്ടാക്കിയ ഒരു ഗ്രൂപ്പ് ആയിരിക്കും മിക്കവാറും. ദേ കേട്ടോ, ഇത്രയും വിനയും മര്യാദയൊക്കെയുള്ള സാക്ഷാൽ ഗോപി സുന്ദറാണ് കേട്ടോ റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ എന്റെ ഗസ്റ്റ്. ഈ പറഞ്ഞ ഞാൻ തൽക്കാലം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഇനി സത്യമായിട്ട് പറയൂ, ശരിക്കും അങ്ങനെ ഉണ്ടോ? ഗോപി സുന്ദറിന് മുൻപും ഗോപി സുന്ദറിന് ശേഷവും എന്നിട്ട് മലയാള സിനിമയിൽ സത്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല. നമുക്ക് ഒരു പട്ടിണിയില്ലാതെ അന്നം മുട്ടാതെ പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ ജീവിച്ചാൽ മതി. തട്ടിമുട്ടിയൊക്കെ പോകണം, വലിയ കേടുപാടൊന്നും ഇല്ല. അതെ എന്താ പറയാ, ഇപ്പൊ ഒരു ബാങ്കിൽ ഉദ്യോഗസ്ഥനാണെങ്കിൽ അടുത്ത മാസം ശമ്പളം ഉണ്ട്, ഒരു ലോൺ ചോദിച്ചാൽ കിട്ടും, അത്യാവശ്യം പെണ്ണ് ചോദിച്ചാലും കിട്ടും. പക്ഷെ ഒരു മ്യൂസീഷ്യനെ സംബന്ധിച്ചിടത്തോളം, മ്യൂസിക് കമ്പോസർ, ഒരു കലാകാരൻ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ബാങ്കിൽ ലോൺ ചോദിച്ചാൽ അദ്ദേഹത്തിന് കിട്ടില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം ശമ്പളത്തിന് ആരും ഗ്യാരണ്ടി ഇല്ല, നമ്മൾക്ക് പോലും അറിയില്ല അടുത്ത മാസത്തെ അവസ്ഥ എന്താന്ന്. അപ്പോൾ ദൈവം സഹായിച്ച് കുറച്ച് ജോലികളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഓരോ ജോലിയും വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു, അതിനോടനുബന്ധിച്ച് ഓരോ ജോലികൾ നമുക്ക് കിട്ടുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതിലിനി അതിന്റെ മുകളിൽ കൂടി ഇനി എന്റെ പേരിന് ശേഷമെന്നോ എന്റെ പേരിന് മുമ്പെന്നോ രീതിയിൽ ചിന്തിച്ചു പോലും അഹങ്കരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് വീണ് കിട്ടിയ ഒരു സാധനം, ശരിക്കും ബാങ്കിൽ അങ്ങനെ കുറെ തവണ ലോൺ ചോദിച്ചിട്ടുണ്ടോ? ഒരുപാട് ലോൺ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് എനിക്ക് 23 വയസ്സുള്ളപ്പോൾ എന്റെ ഫസ്റ്റ് സ്റ്റുഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറി ഇറങ്ങാത്ത ബാങ്കുകളില്ല. എന്നിട്ട് അവരെന്താ പറഞ്ഞു? അവർ പറഞ്ഞു നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ വേണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു 7 ലക്ഷം രൂപ മതി. 7 ലക്ഷം രൂപ ഒരു പരിചയം, ഒരു 10 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ചാൽ മതി. അപ്പോൾ 10 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ലോണിലോട്ട് വരുന്നത്, അത് പണയം വെച്ചാൽ പോരെ, അല്ലെങ്കിൽ അത് വിറ്റാൽ പോരെ, അല്ലെങ്കിൽ ഞാൻ ലോൺ അപേക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. സോ ഇറ്റ് ഹാപ്പൻസ് ഫോർ എവരിബഡി. അത് എൻ്റെ കാര്യം മാത്രമല്ല, എന്നെപ്പോലുള്ള ഒരുപാട് പേർക്ക് ഫേസ് ചെയ്യുന്നൊരു കാര്യമാണത്. ഇപ്പൊ ആരെങ്കിലും 7 ലക്ഷം ലോൺ ചോദിച്ചാൽ ഈസി ആയിട്ട് കൊടുക്കാമല്ലോ അല്ലേ? ഇല്ല, ഞാൻ ചോദിച്ച ബാങ്ക് തരില്ല ഇപ്പോഴും. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, കാര്യം ഇപ്പോൾ അത്യാവശ്യം IT ഒക്കെ ഫയൽ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ലോൺ ആവശ്യമില്ല, നമുക്ക് ദൈവം സഹായിച്ച ഒരുപാട് ജോലികളുണ്ട്, തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ട്. ഈ പറഞ്ഞ അതേ മ്യൂസിക് കൊണ്ട് തന്നെ ഫേമസുമായി ആള് സെക്യൂർഡുമായി. ബേസിക്കലി സെക്യൂരിറ്റിയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്ന കാര്യം. ഫെയിം സെക്കൻഡറി ഉള്ളൂ. പക്ഷെ നമ്മള് എന്താ പറയാ, പണമില്ലാത്തവൻ പിണമെന്ന് എന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ ഗോപി സുന്ദർ എന്ന് പറഞ്ഞ പേര് മലയാള സിനിമയിൽ മാത്രമല്ലല്ലോ, ഇപ്പൊ തമിഴിലും തെലുങ്കിലൊക്കെ വളരെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കല്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാന്നൊന്നല്ല, നല്ല ഹിറ്റാ അല്ലേ? ഓക്കെ, ഒന്നും പറയാം. ഭയങ്കര വിനയം കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് തെലുങ്കില് കൂടുതൽ വർക്കുകൾ വരുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, നമുക്ക് മലയാളം വിട്ടു പോകാൻ പറ്റുന്നില്ല. അത്രയധികം പ്രോജക്ട്സ് മലയാളത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിലുള്ള ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാക്കിയിട്ടാണ് തെലുങ്ക് സിനിമകൾ ചെയ്യുന്നത്. തെലുങ്കിൽ നിന്ന് ഇപ്പോൾ അത്യാവശ്യം ഞാൻ ചെയ്ത സിനിമകളിൽ ഒരു 6 സിനിമ റിലീസായിട്ടുണ്ട്. അതിൽ 6 എണ്ണത്തിൽ 5 എണ്ണം ഹിറ്റാണ്. അപ്പോൾ ഇപ്പോൾ വലിയ സ്കെയിലോട്ടുള്ള ഒരു ഫിലിംസിന്റെ ഓഫേഴ്സും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വലിയ സ്കെയിൽ എന്ന് ഉദ്ദേശിച്ചത് തെലുങ്കിൽ തന്നെ വലിയ സ്കെയിലോട്ടുള്ള, അതായത് വലിയ ഹീറോസിന്റെ ഫിലിംസ്. ചിലതിങ്ങനെ ഹീറോനെ പറയോ? ഷർവാനന്ദ് എന്ന അദ്ദേഹത്തിന്റെ സിനിമയാണ് ആദ്യം ചെയ്തത്. പിന്നെ അതിനുശേഷം നാനി, ഇപ്പൊ 3ാമത്തെ നാനിയുടെ സിനിമ ചെയ്യുന്നുണ്ട്. അതിനുശേഷം എനിക്കിപ്പോ മഹേഷ് ബാബു സാറിന്റെ വേറൊരു പടം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ വെങ്കടേഷ് സാറിന്റെ ഒരു പടം, അതും ഇപ്പോ കമ്പോസിങ് തുടങ്ങി, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ തെലുങ്കില് ഏതൊക്കെ പടം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടത്തിന്റെ പേര് പറഞ്ഞതിന് മുന്നേ തന്നെ ആൾക്കാരുടെ പേരാണോ പറയാ? ഐ മീൻ ഹീറോയുടെ പേര്? ഇവിടെ ഇപ്പൊ നമ്മള് പറയുമ്പോൾ ദുൽഖറിന്റെ പടം അല്ലെങ്കിൽ മമ്മൂക്കയുടെ പടം, ദിലീപേട്ടന്റെ പടം എന്ന് പറഞ്ഞ പോലെ അവിടെ പടത്തിന്റെ പേര് പറയുമ്പോൾ, ഒരു റിലീസാവാത്ത സിനിമയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഹീറോന്റെ പേരായിരിക്കും നമ്മൾ ആദ്യം പറയാ. അല്ലാണ്ട് പെട്ടെന്ന് ഒരു സിനിമയുടെ പേര് പറഞ്ഞ് വായിൽ വരാത്തൊരു പേരുമായിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാകും പറയാനൊക്കെ. വായിൽ വരുന്നില്ല, നമ്മള് ഹുല്ലു കമ്പറ് കൊന്തു എന്നൊക്കെ പറഞ്ഞ പേരാണ്. എന്നാ ചോദിക്കട്ടെ, ഈ പറഞ്ഞ 6 പടത്തിന്റെ പേരറിയോ? സീതമ്മ അന്താലു രാമയ്യ ചിത്രാലു, അങ്ങനെ സിനിമയുണ്ട്. വളരെ ചെറിയ പേരാണല്ലോ. അങ്ങനെയുള്ള പേരുണ്ട്. ഇവിടെ ഉണ്ടല്ലോ വലിയ പേരുള്ള സിനിമകൾ മലയാളത്തിൽ. അത് നമുക്ക് മലയാളത്തിൽ എളുപ്പല്ലേ? അതുപോലെയാണോ? അതുപോലെ അവർക്ക് എളുപ്പമായാ മതി. വായിക്കൊള്ളാത്തൊരു പേര് പറഞ്ഞു. ഇപ്പൊ വായിക്കൊള്ളാത്ത പേരെന്നെ പറഞ്ഞു. ഈ പറഞ്ഞ സീതമ്മ അന്താലു രാമയ്യ ചിത്രാലു എന്ന് പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. ബലെ ബലെ മഗാടി പോയി, അങ്ങനെ സിനിമയുണ്ട്. ശരിയാണ് അമ്പളടാ ഡേ
എന്ന് പറയില്ലേ ആ. തമിഴില്, അതിന് പറയണോ? അതിന് പറഞ്ഞ ബല ബല മകാടി അതിന് മല്ലി മല്ലി ഇതിരാനി റോസു എന്റെ ആദ്യത്തെ സിനിമയാണ് തെലുങ്കിൽ. നമ്മളെ ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയെ കുറിച്ച് A to Z അറിഞ്ഞിരിക്കട്ടെ, അതിന്റെ BGM ചെയ്യുമ്പോഴും അതിന്റെ മ്യൂസിക് ചെയ്യുമ്പോഴൊക്കെ, എന്നല്ലേ ഫീൽ വരുള്ളൂ. അപ്പൊ അറിയാത്ത ഭാഷയിലൊക്കെ ചെയ്യുമ്പോൾ ഈ ഫീൽ ഉണ്ടാവോ? അയ്യോ, ഭാഷ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ എനിക്ക് അത്യാവശ്യം തെലുങ്ക് കുറച്ചൊക്കെ തട്ടിമുട്ടി കേട്ടാൽ മനസ്സിലാവും, കുറച്ചൊക്കെ പറയും. ഭാഷയൊക്കെ അതീതമാണ് ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു സിനിമയ്ക്ക്. അതിന്റെ കഥയുണ്ട്, അതിനൊരു എക്സ്പ്രഷൻ ഉണ്ട്, അതിലവർ പറയുന്നത് എന്താന്നൊക്കെ നമുക്ക് സബ് ടൈറ്റിൽസ് ഉണ്ടാവും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ. പിന്നെ ഒബ്വിയസ്ലി ആദ്യം സ്ക്രിപ്റ്റ് മുഴുവൻ കേൾക്കുന്നതാണ്. അപ്പോൾ ഡയറക്ടർ ഇംഗ്ലീഷിൽ മുഴുവൻ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് മനസ്സിലാവും. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഭാഷ അറിയാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട ഒരു പ്രശ്നം, ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. ഇതിനു മുമ്പ് ഞാൻ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും ഇതുപോലെ തെലുങ്ക്, കന്നഡ, തമിഴ്, ഹിന്ദി ഒക്കെ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നമില്ല, കേട്ടാൽ മനസ്സിലാവും. സംസാരിക്കറിയോ? తెలుగు నీకు కొంచెం కొంచెం తెలుసు. ഓഹോ, എന്നാ നേനു എന്ന് വെച്ചെന്താ? నేను എന്ന് പറഞ്ഞാൽ ഞാൻ, നുവു എന്ന് വെച്ചാലോ? నువ్వు നീ. ഇപ്പൊ ഇത്രയും ആക്ടേഴ്സിന്റെ പേര് പറഞ്ഞു, ഇനി ആരുടെ കൂടെ ആരുടെ പടത്തില് ചെയ്യണമെന്ന് ആഗ്രഹം? ആഗ്രഹമൊന്നുമില്ല, ഇതുവരെ അങ്ങനെ ആഗ്രഹമില്ല. നമുക്ക് കിട്ടുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, സന്തോഷം. അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. ഇന്ന ആളുടെ പടം ചെയ്യണമെന്നോ അങ്ങനെ ഒരു അവസ്ഥയില്ല എനിക്ക്. പിന്നെ എനിക്ക് കിട്ടുന്ന മര്യാദയ്ക്ക് ചെയ്താൽ മതി. അങ്ങനെ അതിന്റെ മുകളിൽ കൂടി ഇനി ആക്രാന്തമില്ല. നമുക്ക് കിട്ടുന്നത് ജോലി വൃത്തിയായിട്ട് ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഈ സ്പോട്ട്ലൈറ്റ് തുടങ്ങിയപ്പോഴേ ഞാന് ഗോപി സുന്ദറിനെ കമ്പയർ ചെയ്തത് ആരായിട്ടായിരുന്നു? അയ്യോ, നമ്മുടെ ദൈവം റഹ്മാൻ സാറുമായിട്ട്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എനിക്ക് ഈ മ്യൂസിക്കിനെ കുറിച്ച് വലിയ കാര്യമൊന്നും അറിയില്ല. പക്ഷെ ഗോപി സുന്ദർ ആണെന്ന് വരണമെന്നൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ ആദ്യം പറഞ്ഞത് ടെക്നിക്കൽ ആസ്പെക്ടിൽ പുലിയാട്ടോ എന്നാ. ലിമിറ്റഡ് ആയിട്ടുള്ള വിവരം വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് ഗോപി സുന്ദറിന്റെ പാട്ട് ആണ് വരണേന്ന് പറയുമ്പോൾ തന്നെ ഒരു മിനിമം ഗ്യാരണ്ടി ഇല്ലേ, അതെല്ലാവരും പ്രതീക്ഷിക്കേണ്ടെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ആ ഒരു ക്വാളിറ്റി, അതൊക്കെയാണ് എല്ലാവരും പറഞ്ഞു കേട്ടോ, ഞാനല്ല. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പാട് എനിക്ക് മാത്രം അറിയാം. അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. പിന്നെ ഒരുപാട് കാലത്തെ റിസർച്ചിന്റെ ഫലമാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്ന എല്ലാ വർക്കുകളും. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോയി പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ എവിടെയും കയറ്റുമില്ലല്ലോ, 10ാം ക്ലാസ് പേരല്ലേ. അപ്പോൾ അതിങ്ങനെ എല്ലായിടത്തും പറയുമോ? 10ാം ക്ലാസ് തോറ്റ കാര്യം അതൊരു അഭിമാനമായിട്ട് പറയുന്ന കാര്യമില്ല. അത് ഞാൻ പറയുന്ന ഓരോ പ്രാവശ്യം ഓരോ ഇന്റർവ്യൂവിൽ ഞാൻ പറയുമ്പോഴും അറ്റ്ലീസ്റ്റ് ആ വാക്ക് കേട്ടിട്ട് ഒരു കുട്ടിയെങ്കിലും നമ്മുടെ രാജ്യത്ത് രക്ഷപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ഇൻസ്പിറേഷൻ അല്ലേ? ഒരു ഇൻസ്പിറേഷൻ. എനിക്കിപ്പോ BA എടുത്തെന്ന് പറഞ്ഞാലും നാട്ടുകാർ വിശ്വസിക്കാണ്ടിരിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഞാൻ കുഴപ്പമില്ലാത്ത ലുക്ക് ഉണ്ട്, എന്നെ പിടിച്ച് ഫോട്ടോ എടുത്തിട്ട് ഇയാൾ എഞ്ചിനീയറാന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കും. നമ്മൾ ചാർട്ടർ അക്കൗണ്ടന്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാലും വിശ്വസിക്കുക. അല്ലെങ്കിൽ 10ാം ക്ലാസ് ജയിച്ചുകൊണ്ട് മാത്രം നമ്മളൊന്നും നേടുന്നില്ല. വർക്കിന്റെ ക്വാളിറ്റിയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് 10th കാര്യം പറഞ്ഞാൽ ഓർമ്മയിലോട്ട് പോയതാണ്. സോറി. വർക്കിന്റെ കാര്യം പറഞ്ഞാൽ ഒരുപാട് കാലത്തെ റിസർച്ചാണ്. അതിപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൊരു മനസ്സുണ്ട്. ഒരു ചോദ്യം തന്നെ റേഡിയോ മാംഗലോ വന്നപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷം. കാര്യം നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ പാട്ടുകളും ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ എഫേർട്ടിനൊക്കെ ഒരു ഉത്തരം തന്നെയാണ് നിങ്ങൾ ചോദിച്ച ചോദ്യം. നല്ല ക്വാളിറ്റി വർക്ക് തന്നെയാണ്, അല്ലെങ്കിൽ നല്ല സൗണ്ടിങ് കിട്ടുന്നുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. ചെയ്യുന്ന വർക്കിൽ ഇത്രയും ക്വാളിറ്റി വേണം നിർബന്ധം പിടിക്കുന്ന ഗോപി സുന്ദറിനെ എപ്പോഴും ഇങ്ങനെ പാളിച്ച പറ്റിയിട്ടുണ്ടോ? ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരിലേക്ക് എത്താണ്ടൊക്കെ പോയിട്ടുണ്ടോ? ഞാൻ പാളിയായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. കാര്യം ഒരു ഡോക്ടർ ആണെങ്കിൽ ഏകദേശം ഒരു 5-6 വർഷം പഠിച്ചാൽ മതിയാകും. ആ ഡോക്ടറിനോട് ഒരുപക്ഷെ പാകപ്പോയാൽ സംഭവിച്ചേക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 14 വർഷമാണ് ഈ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഞാൻ ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത്. സോ 14 വർഷം ഞാൻ കഠിനമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ. സോ എൻ്റെ ഈ 14 വർഷവും എൻ്റെ മനസ്സിലുള്ള ഏക ആഗ്രഹം ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഉള്ള അവസ്ഥയാണ്. അതായത് ഈ ഒരു മൊമെന്റ്, നമ്മൾ അത്രയും വർഷം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഫീൽഡിലോട്ട് വരുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ നല്ല സൗണ്ടിങ് കൊടുക്കാൻ പറ്റുന്നതും അത്ര എക്സ്പീരിയൻസ് കിട്ടിയോണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു പക്ഷേ വേറൊരു മ്യൂസിക് ഡയറക്ടറിന് എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസിലോട്ട് എത്തണമെങ്കിൽ തന്നെ ഒരു 50-55 വയസ്സാവും. എനിക്കിപ്പോൾ കറക്റ്റ് 38 വയസ്സായി. ഞാൻ 16ാം വയസ്സിൽ തുടങ്ങിയാണ് ഈ ഒരു പരിപാടികൾ. അപ്പോൾ 38 വയസ്സായി. അപ്പോൾ അത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കുറച്ച് വേറെ എവിടെയും ജോലി ചെയ്ത് പതുക്കെ വരുന്ന കുറച്ചൊരു ക്രാഷ് കോഴ്സ് കഴിഞ്ഞ് വരുന്നൊരു മ്യൂസിക് ഡയറക്ടർക്ക് ഒരു 30 വയസ്സാവും ഫീൽഡിൽ എത്തുമ്പോൾ. പിന്നെ അവൻ എൻ്റെ എക്സ്പീരിയൻസിലോട്ട് എത്തണമെങ്കിൽ ഡെഫിനറ്റ്ലി 55-60 വയസ്സാവും. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ ഈ തൊഴിൽ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇത് അതിൽ കിടന്ന് ഊറി മറിഞ്ഞ് ചെളി തെറിപ്പിച്ചും ചെളി കൊണ്ടും ഇടി കൊടുത്തും പഠിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഒരിക്കലും അത് മനസ്സിലായി. അതൊരിക്കലും നമുക്കൊരു പാകപ്പഴയോ ഒരു കൈപ്പഴയോ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അല്ല, തീയിൽ കുരുത്ത വെയിലത്ത് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്ന് വേണമെങ്കിൽ പറയാം. ഗ്ലാമർ കോൺഷ്യസ് ആണോ? പിന്നെ
ഓഫ് കോഴ്സ് യെസ്. ഏതൊരു മനുഷ്യനും കണ്ണാടി നോക്കുമ്പോൾ അവന്റെ പോയിന്റ് ഓഫ് വ്യൂ അവൻ സുന്ദരനാണ്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. അതൊക്കെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഉത്തരം. അതല്ലാതെ ഞാൻ ചോദിക്കുക, ഭയങ്കര ഗ്ലാമർ കോൺഷ്യസ് ആണ്? അത്യാവശ്യം ഗ്ലാമർ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങോട്ടേലും പുറത്തോട്ട് പോകുമ്പോൾ മേക്കപ്പ് ഇട്ട് പോകുന്ന ഒരാളല്ല. ഒരുപാട് പേര് നമ്മൾ നോക്കും. അപ്പോൾ നമ്മളൊരു പ്രസന്റബിൾ ആയിരിക്കണം എന്ന് താല്പര്യപ്പെടുന്ന ആളാണ്. അയ്യേ, ഇതാണോ ഗോപി സുന്ദർ എന്ന് പറയുന്നത്? അതെ, ഇവനാണോ എന്നുള്ള രീതിയിൽ തോന്നാത്ത രീതിയിൽ ഓക്കെ ഈ സംതിങ് ഇതാണ് ഗോപി സുന്ദർ. ഓക്കെ ഫൈൻ. നമ്മളെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാണല്ലോ. ഒരു എന്ന് പറഞ്ഞ് കാലിൽ കടുക്കിന് ഇട്ടിട്ട് വലിയ ചങ്ങല പോലെ ഇട്ട് അങ്ങനെയല്ല ഞാൻ നടക്കുന്നത്. ഞാനൊരു സാധാരണ ടീഷർട്ടും അത്യാവശ്യം കാണുമ്പോൾ വൃത്തിയൊക്കെ ഉള്ള പോലെയാണ് നടക്കുന്നത്. കുഴപ്പമില്ല. ഞാൻ ഓരോ തവണ കാണുമ്പോഴും ഓരോ കോലത്തിലാവണ്ട ചോദിച്ചത്. അത് ഇപ്പൊ എന്താ പറയാ, ഗോപി സുന്ദർസ് ബാൻഡ് ബിഗ് ജി എന്നൊരു കാര്യം ഫോം ചെയ്തു. അപ്പൊ അതിന്റെ ചില സ്റ്റൈലിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതിലുള്ള കോസ്റ്റ്യൂം ആക്ച്വലി കളസുമാണ് ഇടുന്നത്. അപ്പൊ അതിൽ കളസ് വിട്ട് ഇറങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു പെർട്ടിക്കുലർ സ്റ്റൈലിംഗ് ഉണ്ട് അതിന്. അങ്ങനെയാണ് നമ്മൾ ആ ബാൻഡ് പ്രസന്റ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആയത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ കൊച്ചിയിലെ ഫ്രീക്കന്മാർ നടക്കണത്ത സ്റ്റൈലൊന്നും ഞാൻ നടക്കണില്ല. അത്രയ്ക്ക് ഗ്ലാമർ കോൺഷ്യസ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ മുടിയൊക്കെ വെട്ടി നീ എടുത്താണോ? മുടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെട്ടും, ഇടയ്ക്ക് ഇങ്ങനെ വളർത്തും. പിന്നെ താടി മാത്രം വെക്കും, ചിലപ്പോൾ മീശ മാത്രം വെക്കും, എല്ലാം എടുത്തു കളയും. അങ്ങനെ ഒരു ചേഞ്ച് ആണ്, അതൊരു രസമാണ്. നമ്മൾ തന്നെ എല്ലാ ദിവസവും കണ്ണാടി പല്ലേക്കാൻ പോകുമ്പോൾ മുഖം കാണുമ്പോഴേ കുറെ നേരമല്ല ഇതിനെ കണ്ടോണ്ടിരിക്കണം, മാറ്റിയേക്കാം. അങ്ങനെ ചേഞ്ച് ചെയ്യുന്നതാണ്. സ്വന്തമായിട്ട് സ്റ്റൈലിസ്റ്റ് ഒക്കെ ഉണ്ടോ വെട്ടാനൊക്കെ ആയിട്ട്? ഇല്ല, അപ്പൊ കാണുന്നവനാണ് അന്നത്തെ ബാർബർ. അങ്ങനെ ഒരു സ്ഥിരമായിട്ട് ബാർബർ സെറ്റപ്പ് ഒന്നും വെക്കാനുള്ള ഒരു ഗ്ലാമർ കോൺഷ്യസ്നെസ്സിലോട്ട് ഞാൻ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും സൗകര്യവും സന്ദർഭം അനുസരിച്ച് ഏതെങ്കിലും ചേട്ടന്മാർ കറക്റ്റായിട്ട് നിൽപ്പുണ്ടാവും കത്തിരിയും വെച്ചോണ്ട്. അപ്പോൾ തലവണ്ട കൊടുക്കും. സലൂൺസിലൊക്കെ പോകുമ്പോഴേ ഇപ്പം മിക്കവാറും കാണാറ് ഓരോ സെലിബ്രിറ്റീസ് തന്നെ വേറെ പല സെലിബ്രിറ്റീസിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് ഇതുപോലെ ഒന്ന് വെട്ടി തരണം ചേട്ടാ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കും, റെഫറൻസ് കൊടുക്കും. അത്രയ്ക്കൊന്നുമില്ല, അവര് എന്നെ കൊണ്ട് കാണിച്ചു തരും, ഇതുപോലെ വെട്ടിയാൽ നന്നായിരിക്കുന്നു. ആയിക്കോട്ടെ, ചിലതൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് പേടിയാവും, സൈഡ് കൂടെ രണ്ട് വരയും ഒക്കെ അതൊക്കെ ഉണ്ടാവും, എനിക്ക് പേടിയാവും. പക്ഷെ എന്നാലും ട്രൈ ചെയ്യാൻ എനിക്ക് ഇഷ്ടം അങ്ങനെയുള്ള ഡിഫറെന്റ് ലുക്സ് ഒക്കെ രസമാണ്. ഇപ്പൊ ഗോപി സുന്ദറിന്റെ വാർഡ്രോബ് തുറന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കൈൻഡ് ഓഫ് ഡ്രസ്സ് കാണാം? എന്റെ വാർഡ്രോബ് പറഞ്ഞാൽ ആദ്യം ഏത് ഡ്രസ്സ് എവിടെ നിൽക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. അൽക്കുലത്തായിരിക്കും. ജീൻസ് കുറച്ചുണ്ട്, കാണുന്ന ജീൻസ് ഒരു 8-10 ഉണ്ടാവും, അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഒരു കുറച്ച് ടീഷർട്ട്സും ഷർട്ട്സ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ തപ്പി പിടിച്ചെടുക്കണം. കോട്ട് സൂട്ട് ഉണ്ട്. പലപ്പോഴും ചില സ്റ്റേജ് ഷോസ് പോകുമ്പോൾ ഞാൻ കോട്ടൂരി വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് കോട്ടൂരാന്ന് പേര് വരെ വേണ്ടിട്ടുണ്ട്. ആവേശം കൂടി കോട്ടൊക്കെ വലിച്ചെറിയും. കുറെ പേര് എന്റെ കോട്ടൊക്കെ കീറി എടുത്തോണ്ട് പോയിട്ട് വീട്ടിൽ ഫ്രെയിം ചെയ്തൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോ എന്റെ ഉണ്ട്. കഷ്ണമായിട്ടേ കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ കോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പീസായിട്ട് ആളുകൾ എടുക്കത്തുള്ളൂ. അവരുടെ സ്നേഹം അവരങ്ങനെയാണ് കാണിക്കുക. അപ്പൊ ഞാൻ എന്റെ സ്നേഹം ഇങ്ങനെ കോട്ടൂരിയൊക്കെ കൊടുക്കും, ചിലപ്പോൾ തൊപ്പി എടുത്ത് എറിയും, അത്രേ ഉള്ളൂ. ചില സെലിബ്രിറ്റീസിനെ പറയണേക്കാം വാച്ചിന്റെ കളക്ഷൻ ഉണ്ട്, ഷെയ്ഡ്സിന്റെ കളക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊന്നുമില്ല, അതിനോടൊന്നും ക്രേസ് ഒന്നുമില്ല. ഷൂസോ? ഇല്ല, ഷൂസും വാച്ചും അങ്ങനെയൊന്നുമില്ല. കിട്ടണ പോകും, എല്ലാം ഇട്ടുണ്ട് പോകും. ആ ഡ്രസ്സിന് ചേരണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വാച്ച് ക്രേസ് ഒന്നും ഇല്ല. ഒന്നിനോട് അമിതമായ ക്രേസ് ഇല്ല. എല്ലാ ക്രേസും കൂടി മ്യൂസിക്കിലാണ്. എന്ന് ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ വില കൊടുത്ത് വാങ്ങിച്ച എന്തായിട്ടും ഉള്ളത്? എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വില കൊടുത്ത് വാങ്ങിച്ച എന്റെ വീടാണ് തൃപ്പൂണിത്തുറയില്. അത് അത്യാവശ്യം നല്ല വിലയുള്ള വീടായിരുന്നു. എത്ര നാളായി അവിടെ താമസമായിട്ടപ്പോ? 1 വർഷമായി. പിന്നെ അത്യാവശ്യം വില കൊടുത്ത് ഞാൻ വാങ്ങിച്ച എന്റെ കാറാണ്. എനിക്ക് കാസിനോട് ഇഷ്ടമുണ്ട്. നമ്മളുടെ കൊക്കിൽ ഒതുങ്ങാവുന്ന രീതിയിലുള്ള നല്ല കംഫർട്ടായിട്ടുള്ള റൈഡ്സ് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് കാസിനോട് ഇഷ്ടമുണ്ട്. ഒരു ട്രാവൽ ഫ്രീക്കിന്റെ ലുക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. ലുക്കില്ലെങ്കിലും ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യും. ഒരുപക്ഷെ ഒരു ട്രാവൽ ഫ്രീക്കിനേക്കാളും കൂടുതൽ ഞാൻ ട്രാവൽ ചെയ്യും. ഈ വിദേശ യാത്രകളൊക്കെ സ്റ്റേജ് ഷോസിന്റെ ഭാഗമായിട്ട് തന്നെയല്ലേ? സ്റ്റേജ് ഷോസിന്റെ ഭാഗമായിട്ട് പോകും. ഇതിപ്പം ഞാനായിട്ട് പോകുന്നത് മെയിൻലി ഞാൻ ബാങ്കോക്ക് പോകും, മലേഷ്യ പോകും, അല്ലെങ്കിൽ സിംഗപ്പൂർ പോകും, അല്ലെങ്കിൽ ദുബായ് പോകാന്ന് പറയാൻ പറ്റില്ല. ദുബായ് ഓൾമോസ്റ്റ് ലൈക്ക് കേരളത്തിൽ നിന്ന് കേരളത്തിലോട്ട് പോയാൽ മതി, ഹൈടെക് കേരളത്തിലോട്ട് പോയ മാതിരി തോന്നുന്നത്. എല്ലാം ഫ്രണ്ട്സ് ആണ്, എല്ലാവർക്കും പരിചയം. ഫുൾ മലയാളികളും. അതെ, നല്ല നമ്മുടെ കേരളം ഫുഡ് കിട്ടും. അപ്പോൾ കേരളത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ദുബായിന് തോന്നിയിട്ടുള്ളൂ. ഞാൻ എക്സൈറ്റിംഗ് ആയിട്ട് പോകുന്ന സ്ഥലമൊക്കെ ആരും പോകാത്ത സ്ഥലങ്ങളൊക്കെ ഈ മറ്റേ മീൻവല്ലം, മൂന്നാറിലുള്ള ചില ഇന്റീരിയർ ആദിവാസി ഗ്രാമങ്ങള്. അങ്ങനെ ബോറടിച്ചിരിക്കില്ല. വർക്ക് ഇങ്ങനെ ഒരുപാട് പ്രഷറൈസ്ഡ് ആകുമ്പോൾ ഞാനിങ്ങനെ ഒരു ട്രാവൽ എന്നുള്ള രീതിയിൽ വണ്ടി എടുത്ത് വിട്ടോളെ. കാറിന്? ബൈക്കിൽ പോവോ? ബൈക്കിൽ ഞാൻ പോയില്ല. ഇഷ്ടമല്ല, ഇഷ്ടമാണ്. ബൈക്കിൽ പോകണമെങ്കിൽ കുറച്ച് 2-3 പേര് കൂടെ വേണം. കാറിലാകുമ്പോൾ നമുക്ക് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോകാലോ. അത് കാർ ഓടിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അല്ല, ഈ വണ്ടി എടുത്തുള്ള യാത്രയൊക്കെ കേരളത്തിനുള്ളിൽ മാത്രമേ ഉള്ളൂ? കേരളത്തിനുള്ളിൽ. പിന്നെ ഗോവ പോകാറുണ്ട്. ഇവിടുന്ന് വണ്ടി ഓടിച്ച് ഗോവ, ഇവിടുന്ന് ചെന്നൈക്ക് പോകും, ഇവിടുന്ന് ഹൈദരാബാദ് പോകും. ഒരു വർഷത്തിൽ 365 ദിവസമുണ്ട്. ഇതിൽ എത്ര ദിവസം അപ്പൊ കേരളത്തിലുണ്ടാവും, സ്വന്തം വീട്ടിലുണ്ടാവും? ഒരു പിടിയില്ല. എപ്പോ ഉണ്ടാവുന്നോ എപ്പോ പോകുന്നോ ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ വർക്കാണ് ഇമ്പോർട്ടന്റ്. പലരും കിടന്നുറങ്ങുന്ന സമയത്ത് എന്ത് സെൻസ് റിലാക്സ് ചെയ്ത് ഒരു സൺഡേ വീട്ടിലിരിക്കാന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും ഞാൻ സൺഡേ വർക്കിന് തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥിരം റൊട്ടീൻ. നമ്മുടെ മൂഡ്സ് ആണ് ഇമ്പോർട്ടന്റ്. അത് ഏത് സമയവും കാലവും ഒന്നുമില്ല. പക്ഷെ ഞാൻ രാത്രി കിടന്നുറങ്ങും. നിർബന്ധമായിട്ട് ഞാൻ രാത്രി കിടന്നുറങ്ങും. എത്ര മണിക്ക് കിടന്നുറങ്ങും? ഞാൻ ഏകദേശം ഒരു 11 മണി, 12 മണി, അതിനുള്ള
ടൈമിൽ ഞാൻ കിടന്നുറങ്ങും. എപ്പോഴേക്കും എണീക്കണത് ഒരു 6-7 മണിക്ക് എണീക്കാം. അപ്പൊ അത്ര കുറച്ചു നേരം ഉറങ്ങുള്ളോ? മതിയല്ലോ, 12 മണി തൊട്ട് ഏകദേശം 7 മണി വരെ ഉറങ്ങിയാ പോരെ. മതിയല്ലേ, കലാകാരന്മാരല്ലേ, കുറച്ച് കൂടുതൽ റെസ്റ്റ് ഒക്കെ വേണ്ടേ? നമുക്ക് പാട്ടും കേൾക്കണ്ടേ, പണി നടക്കണമല്ലോ. അതെ, പണി നടക്കണം. ഒരു വർഷം 22 പടമൊക്കെ റിലീസ് ചെയ്യണമെങ്കിൽ 7 മണിക്കൂർ ഉറങ്ങിയ ധാരാളം. അറ്റ് എ ടൈം ഒരു പടത്തിനെ BGM ചെയ്യുള്ളൂ? അറ്റ് എ ടൈം 4 ഫിലിംസ് ആണ് കപ്പാസിറ്റി. ശരി, അത്രയും തിരക്കുള്ള ഒരു ദിവസം എങ്ങനെയാ തുടങ്ങുന്നത് ഗോപി സുന്ദറിന്റെ ഒരു ജീവിതം? ഒരു ദിവസം വളരെ നോർമലായിട്ടാണ് തുടങ്ങുന്നത്. കാലത്ത് എണീക്കുന്നു, ചായ കുടിക്കുന്നു, പല്ലിക്കുന്നു, അങ്ങനെയുള്ള സാധാരണ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. വർക്കിലോട്ട് കയറുന്നു, 10 മണിക്ക് വർക്കിന് കയറുന്നു. വീട്ടിന് മുകളിൽ തന്നെ സ്റ്റുഡിയോ. ഞാൻ കൂടുതൽ സമയം വർക്ക് ചെയ്യാറില്ല. മാക്സിമം ഒരു ദിവസം 4-5 മണിക്കൂറാണ് സ്റ്റുഡിയോയുടെ അകത്തിരിക്കുന്നത്. ബാക്കിയുള്ള സമയം ഞാൻ പുറത്തായിരിക്കും. എവിടെയെങ്കിലും വെറുതെ ചായ കുടിക്കാൻ പോവുക. തിങ്ക് ചെയ്ത കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് എനിക്ക് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. ആ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ സമയം ഒരു പക്ഷേ വേറൊരു മ്യൂസിക് ഡയറക്ടർക്ക് ഒരു മാസത്തെ പണിയായിരിക്കും. എനിക്ക് എക്സിക്യൂഷൻ ഭയങ്കര സ്പീഡാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് പടങ്ങൾ തീരുന്നതും ഇറങ്ങുന്നതൊക്കെ. പക്ഷെ ഞാൻ തിങ്ക് ചെയ്യുന്ന സമയം വളരെ കൂടുതലാണ്. എനിക്ക് തിങ്ക് ചെയ്യാത്തൊരു മൊമെന്റ് ഇല്ല. ഇപ്പോഴും തിങ്ക് ചെയ്യുന്നുണ്ട്. അമലിന്റെ പടത്തിൽ ഇപ്പം ഒരു പാട്ട് ജയേട്ടനെ കൊണ്ട് പാടിക്കണം. ആ ജയേട്ടനെ കൊണ്ട് പാടിച്ച അതിന്റെ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ എങ്ങനെയായിരിക്കും ഫീൽ വരിക, അത് അദ്ദേഹം തന്നെ വേണോ വേറെ ആരെങ്കിലും ഉപയോഗിക്കണോ, അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡിൽ. വേറൊരു സ്ഥലത്ത് കുറച്ച് സെൽസ് വന്നിട്ട് ദിലീപേട്ടന്റെ പടത്തിൽ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ട്, അതിലൊരു സിംഗർ ഇപ്പോൾ ഫിക്സ് ചെയ്യേണ്ട ഒരു റൈറ്റ് മൊമെന്റ് ആയിരിക്കണം. ആ ജോർജ് ഏട്ടൻസ് പൂരം അവർക്ക് 2-3 ദിവസത്തിൽ ആ പാട്ട് ഷൂട്ട് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ടെൻഷൻ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ റെക്കോർഡിംഗ് തീർക്കണം. ആൻഡ് അനദർ സെൽ ഈസ് തിങ്കിങ് ദാറ്റ് വൺ റെക്കോർഡിംഗ് സെഷൻ ഈസ് ഹാപ്പനിങ് റൈറ്റ് നോ ഇൻ മൈ സ്റ്റുഡിയോ. നമ്മുടെ കാറ്റേ ആ പാടിയ സിംഗർ ഉണ്ടല്ലോ, ശ്രീറാം, അദ്ദേഹം ഇപ്പൊ എന്റെ സ്റ്റുഡിയോയിൽ ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പാടണമെങ്കിൽ എന്റെ മനസ്സ് മുക്കാലും അവിടെയാണ്. അങ്ങനെ പോകും. ഇങ്ങനെ ഇന്റർവ്യൂ മുഴുവൻ പറയാനുള്ള കാര്യങ്ങളുണ്ട്. 3 ചിന്തകളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യമൊക്കെ കൃത്യമായിട്ട് കേൾക്കണ്ടല്ലോ. കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു. മൾട്ടി ടാസ്കിംഗ് അല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ഇവിടെ. മലയാളത്തിൽ അത്രയും കുറഞ്ഞ റെമ്യൂണറേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ നന്നായിട്ട് പണിയെടുക്കണം. പക്ഷെ അതുകൊണ്ട് തന്നെ എന്താ തെലുങ്കിലൊക്കെ സ്റ്റാർ അല്ലേ ഇപ്പോ? അവിടെ എന്തൊരു ഗുണം എന്ന് അറിയാമോ, 2 ഹിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 3ാമത്തെ പടത്തിന് നമ്മുടെ പേയ്മെന്റ് മാറും. മലയാളത്തിൽ ഇവിടെ 10-20 ഹിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്താലും നമ്മുടെ പേയ്മെന്റ് ഒക്കെ അതേപോലെ തന്നെ ഇരിക്കണം. പച്ചക്കറിക്ക് മാത്രം വില വ്യത്യാസം വരുന്നുണ്ട്, പെട്രോൾ ഡീസലിന്റെ വില കൂടുന്നുണ്ട്. പക്ഷേ മ്യൂസീഷ്യൻസിന് റെമ്യൂണറേഷനിൽ ഒരു വ്യത്യാസമില്ല, എപ്പോഴും പഴയതുപോലെ തന്നെ. തെലുങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മലയാളത്തിൽ മ്യൂസിക്കിന് വെച്ചിരിക്കുന്ന ബഡ്ജറ്റാണ് തെലുങ്കിൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻസ്. അത്രയും വ്യത്യാസമുണ്ട്. ഈ റൗണ്ടിന്റെ പേര് ഷൂട്ട് ഔട്ട് അറ്റ് സ്പോട്ട്ലൈറ്റ് എന്നാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അധികം ആലോചിക്കൊന്നും ചെയ്യരുത് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്ന ചോദ്യം ചോദിക്കും. തോന്നിയാസയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പുലിമുരുകനിലെ ഒരു നായകൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. യെസ് ഓർ നോ? അത് വേറെ ആരെങ്കിലും പറഞ്ഞോ? എന്ത് 2 നായകന്മാരാ? അതിലൊന്ന് മോഹൻലാലും പിന്നെ ഒന്ന് എന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും. ഇല്ല, അതിൽ നായകന്മാരെന്നല്ല, ഒരു സ്റ്റാറിനോടൊപ്പം തന്നെ ആളുകൾ എന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എൻജോയ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് പുലിമുരുകനിലാണ്. എന്നെ വിമർശിക്കുന്നത് എനിക്കിഷ്ടമാണ്. യെസ് ഓർ നോ? യെസ്, എനിക്കിഷ്ടമാണ്. ഞാൻ എന്ത് ചെയ്യാൻ നോക്കി നടക്കുക അവന്മാര്. ഓപ്ഷൻസ് ആണ്: കുറ്റം പറയാൻ, കോപ്പി ഇടുക പറയാൻ, നല്ലത് പറയാൻ. 3നും ഒരെണ്ണം. ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ ഞാനടക്കമുള്ള ഒരു കുറ്റം പറയുന്നത് തന്നെയാണ്. അവരിൽ ഒരാളാണല്ലോ ഞാനൊരു പബ്ലിക് ആണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾ കുറ്റം പറയുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട്. അത് ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് മറ്റുള്ളവർ എന്നെ കുറിച്ച് പറയുമ്പോഴും അനുഭവിക്കും. എനിക്കും കുറ്റം പറയാൻ ഇഷ്ടമാണ്. ഞാനൊരു കോമൺ മാൻ അല്ലേ, അപ്പൊ എനിക്കും കുറ്റം പറയാൻ ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ കുറ്റം കേട്ടിരിക്കുന്ന എന്ത് കാര്യത്തിനായിരുന്നു? അത് ഈ ചോദ്യത്തിലുള്ളതാണോ? പിന്നല്ലാണ്ട് അതിന് എസ്വർണ്ണൊന്നും ഉത്തരം പറയണം. എസ്വർണ്ണൊന്നും ഇല്ല. എനിക്ക് തോന്നുന്ന ചോദ്യം ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു. ഓക്കെ, ഏറ്റവും കൂടുതൽ കുറ്റം കേട്ടത് 10ാം ക്ലാസ് തോറ്റപ്പോ. നാട്ടുകാര് പറഞ്ഞോ? ആ, നാട്ടുകാര്. ഒരു കുട്ടി ജനിക്കുമ്പോ തൊട്ട് അവൻ മരിക്കുന്നവരിക്കും നാട്ടുകാരാണല്ലോ തീരുമാനിക്കുന്നത് ഇവിടെ കാര്യങ്ങൾ. 10ാം ക്ലാസ് എന്ത് തോറ്റ്? എന്താ നിന്റെ ജീവിതം പോയില്ലേ, ഇനിയിപ്പോ നീ എന്ത് ചെയ്യും? അല്ലെ അവരൊരു സുഖം കണ്ടെത്തണം അങ്ങനെ ചോദിക്കുമ്പോ. ശരി, സ്വന്തം കാശ് കൊണ്ട് ആദ്യമായിട്ട് വാങ്ങിയ വാഹനം? സൈക്കിൾ. എനിക്ക് 17 വയസ്സുണ്ടാവും. സ്വന്തം മ്യൂസിക്കില് ഏറ്റവും നന്നായി പാടിയ നടൻ ഡാഷ് ആണ്. പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. മിക്കവരും നന്നായി പാടി. ഒരെണ്ണം പറ. എനിക്കറിയായിരുന്നു എന്തൊരു ഉടായ്പ കാണിക്കുമെന്ന്. ഉടായ്പൊന്നുമില്ല. പറയൂ. 2 പേര് പറഞ്ഞോട്ടെ. ഇല്ല, ഒരെണ്ണം. ഫസ്റ്റ് സെക്കൻഡ് ആയിട്ട് വേണേ പറയാം. ഫസ്റ്റ് ദുൽഖർ സൽമാൻ, സെക്കൻഡ് മുരളി ഗോപി. ഏറ്റവും മോശമായിട്ട് പാടിയതോ? ദിലീപേട്ടനായിരിക്കും. അതായത് ഒരു മുറിച്ചുണ്ടന്റെ സൗണ്ട് തോമയില് അങ്ങനെ ഒരു മുറിച്ചുണ്ടൻ എന്തൊക്കെ അക്ഷരങ്ങൾ ഉച്ചാരണം ചെയ്യുമെന്നും എന്തൊക്കെ അക്ഷരങ്ങൾ ഉച്ചാരണം ചെയ്യില്ലെന്നും അതെങ്ങനെ ചെയ്യുമെന്നും മനസ്സിലാക്കി പാടാൻ പറഞ്ഞ ഒരു സിംഗറിന് ഈ ലോകത്ത് ആർക്കും പറ്റില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ പാടാൻ കഴിവില്ലാത്ത ദിലീപേട്ടനാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ ദിലീപേട്ടൻ ഒരു കയ്യടിയോട് കൂടിയ ഏറ്റവും പാടാൻ അറിയാത്ത സിംഗറിനുള്ള ബഹുമതി ഞാൻ കൊടുക്കും. വെരി ക്ലെവർ. വളരെ ഹിറ്റ് ആവുന്ന കരുതി പാളിപ്പോയ ഒരു പാട്ട് വേറെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഇതുവരെ. ഹിറ്റ് ആവുമെന്ന് വിചാരിച്ച പാട്ടുകളൊക്കെ ഹിറ്റ് ആയിട്ടുണ്ട്. ആ ഒരു കാൽക്കുലേഷൻ പാടുന്ന സമയത്ത് ഈ പരിപാടി നിർത്താന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഏറ്റവും എളുപ്പത്തിൽ ചെയ്ത പാട്ട് ഏതാ? എന്നിലെ മുക്കത്തെ പെണ്ണെ. ഏറ്റവും ബുദ്ധിമുട്ട് ചെയ്തോ? കഷ്ടപ്പെട്ടിട്ട് പാട്ട് ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ കഷ്ടപ്പെട്ട്. ഞാൻ സ്റ്റുഡിയോയിൽ വിളിച്ച് ചോദിക്കേണ്ടി വരുമോ? ആരോട് വേണേ ചോദിച്ചോ, സത്യം അവർ പറയുള്ളൂ. പിന്നെ അത് വർക്കൗട്ട് ആവുമല്ലോ എന്നുള്ളത് ആ സിനിമയുടെ ഡയറക്ടറിന്റെയും പ്രൊഡ്യൂസറിന്റെ ഒക്കെ ഭാഗത്ത് നിന്നാണ്. മിടുക്കോലായിരിക്കും. അവർ അപ്സെറ്റ് ചെയ്യുന്നതില്ല. പക്ഷെ നമ്മൾ കൊടുത്തോണ്ടേയിരിക്കും, എന്തെങ്കിലും വന്നുകൊണ്ടേയിരിക്കും. ഒരു ട്യൂൺ ഓക്കെ അല്ലെങ്കിൽ അപ്പൊ തന്നെ അതേ ചിരിച്ച മുഖത്തോടുകൂടി അടുത്ത ട്യൂൺ ഞാൻ ഇപ്പൊ പാടിക്കൊടുക്കും. അതെന്റെ ഒരു വാശിയാണ്. അതിന് പകരം 10-20 ട്യൂൺ ഒറ്റ മൊമെന്റിൽ ഞാൻ പാടാറുണ്ട്.
ഇതുകൊണ്ടൊക്കെ തന്നെ ഇത്ര നേരം കൊണ്ട് ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ഗോപി സുന്ദർ ടോപ്പാന്ന്. ടോപ്പാണ്. ഈ മലയാളം ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം പേരെടുത്തതിന് ശേഷം നേരെ എന്ത് തെലുങ്കിലേക്ക് വണ്ടി കയറിയത്? ഞാൻ ഇതുവരെ ഒരു വണ്ടിയിലും കയറിയിട്ടില്ല. പല വണ്ടികൾ എന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അത് ഞാൻ ഒരു വണ്ടിക്ക് വന്ന ആളുകളെ വളരെ സന്തോഷപ്പെടുത്തി വിടുമ്പോൾ അവർ പോയിട്ട് അവിടെ ഉള്ളവരോട് പറയും, ഈ വണ്ടിയിൽ പോയാൽ ഇന്നൊരാളടുത്ത് പോകാം, അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ സന്തോഷവാനായി തിരിച്ചു വരുന്നു പറയും. അപ്പോൾ വേറെ വണ്ടിയിൽ അതേ വണ്ടിയിൽ വേറെ ആൾക്കാർ കയറി വരുന്നു. അങ്ങനെയാണ് പറയുന്നത്. ഞാൻ അങ്ങോട്ട് വണ്ടി കയറിയിട്ടില്ല. ഞാനിവിടെ തൃപ്പൂണിത്തറ ഒരു സ്ഥിരപ്രതിഷ്ഠ പോലെ എന്റെ വീട്ടിന് മുകളിലിട്ടുണ്ട്. അതിന് തൃപ്പൂണിത്തറയിൽ ഇപ്പോൾ അത്യാവശ്യം ആ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ഹോട്ടൽസ് ഒക്കെ നന്നായിട്ട് ഫില്ലായി പോകുന്നുണ്ട്. ട്രെയിനിൽ വരുന്നവരൊക്കെ അവിടെ വന്ന് കുറ്റിയടിച്ച് അവിടെ സ്ഥിരമായിട്ട് അവർ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹോട്ടൽ നല്ല രീതിയിൽ മെച്ചപ്പെടുന്നുണ്ട്. ഇനിയിപ്പോ ഹോട്ടലിനടുത്ത് എന്തെങ്കിലും കമ്മീഷൻ അടിച്ച് മാറ്റാൻ പറ്റുമോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുക. അല്ല, തെലുങ്കിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടോ? തെലുങ്കന്മാർക്ക് ബോർഡൊന്നും ആവശ്യമില്ല. ടാലന്റ് ഉള്ളിടത്ത് അവർ വന്നിരിക്കും. ശരി, എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് എന്തായാലും വരാത്തെ? അറിയില്ല. തമിഴിൽ നിന്ന് ആരും അങ്ങനെ അപ്രോച്ച് ചെയ്യില്ല. തമിഴിൽ ഓൾറെഡി 2 സിനിമ 2 സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്കിൽ ആ സിനിമ 2 അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. തമിഴിൽ ഞാൻ നോക്കിയപ്പോൾ തമിഴിലുള്ള എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും തെലുങ്കിലോട്ട് പോകാനാണ് താല്പര്യം. കാര്യം അവിടെ ഇത്തിരി ചിക്കിളി കൂടുതൽ കിട്ടുക. ഇവിടെ നേരിട്ട് വണ്ടി കയറിയല്ല, എന്നെ എല്ലാവരും കൂടി വണ്ടി അങ്ങോട്ട് കയറ്റിച്ചു. അതായത് തെലുങ്കിൽ തന്നെ ഡയറക്റ്റായിട്ട് വിടുമ്പോൾ ഇപ്പൊ എന്റെ കാര്യം ഇപ്പൊ പറഞ്ഞില്ല, ഇപ്പൊ സ്റ്റേറ്റ് അവാർഡ് ഇതുവരെ എനിക്ക് ഓർമ്മ പോലും കിട്ടിയിട്ടില്ല. എനിക്ക് ആദ്യം കിട്ടിയ നാഷണൽ അവാർഡാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ കൊള്ളാം, നമ്മള് 10-14 വർഷം കഷ്ടപ്പെട്ടതിന്റെ ഫലം ദൈവം ഇങ്ങനെയാണല്ലോ തരുന്നത്. അത് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഡയറക്റ്റ് ടിക്കറ്റുകൾ കിട്ടുന്നുണ്ട്. കുറെ അധ്വാനിച്ചിട്ടുണ്ട്. ഇതൊന്നും വെറുതെ കിട്ടുന്നില്ല. ഓരോന്ന് കിട്ടുമ്പോഴും അതിനെ അളന്നു മുറിച്ച് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ ചൊറിയും കുത്തി മെപ്പിട്ട് നോക്കിയിരുന്നപ്പോ തലയിലൊരു മാങ്ങ വീണു, അതിന്റെ കയ്യിലോട്ട് വീണു, അങ്ങനെയല്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പെട്ടതിന്റെ ഫലം ഇപ്പൊ എനിക്ക് കിട്ടുന്നു. ബോളിവുഡിലോട്ട് ഒരു നോട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എങ്ങോട്ടും നോക്കുന്നില്ല. ഞാൻ എങ്ങോട്ടും വണ്ടി കയറുന്നില്ല. എന്റെ അടുത്തോട്ട് വന്നാൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് ആദ്യം കണ്ടിട്ട് അങ്ങനെയാണ്. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലേ? ഒരു മനുഷ്യനെ കുറിച്ച് ആഗ്രഹം ഉണ്ടാവില്ലേ? ഇല്ല, ഇൻ ദ സെൻസ് എൻ്റെ പ്രൊഫഷണലി എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങൾ, എനിക്ക് ഇന്ന പടം ചെയ്യണമെന്നോ അങ്ങനെ ഒന്നുമില്ല. ആസ് എ മ്യൂസിക് ഡയറക്ടറായിട്ട് പോലും നിൽക്കണം താല്പര്യമില്ലാത്ത ആളാണ്. ബേസിക്കലി ഒരു മ്യൂസിഷ്യൻ ആയിരിക്കാം, മ്യൂസിക് പഠിക്കുക അല്ലെങ്കിൽ അതിൽ റിസർച്ച് ചെയ്യുക താല്പര്യമുള്ളൂ. അല്ലാണ്ട് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യണം, ഇന്ന കാര്യങ്ങളിലൊക്കെ എനിക്ക് ചെയ്യണം, അല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താലേ ഇങ്ങനെ ആവൂ, എൻ്റെ അടുത്ത് എനിക്ക് ഷോ ചെയ്യണം, എന്നാലും എനിക്ക് വലുതാൻ പറ്റും, അങ്ങനെ ഒരു തേസ്റ്റ് ഇല്ല. പേരെടുക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അപ്പോൾ പേരെടുക്കണമെന്നും താല്പര്യമില്ല. എനിക്ക് സന്തോഷം എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് നന്നിട്ട് പൈസ ഉണ്ടാക്കണമെന്ന് താല്പര്യമുണ്ട്. പേരെടുക്കണമെന്നൊന്നും താല്പര്യമില്ല. അൾട്ടിമേറ്റ്ലി നന്നായിട്ട് പൈസ ഉണ്ടാക്കണം, നന്നായിട്ട് ജീവിക്കണം. പേരക്കുട്ടികൾ അല്ലെങ്കിൽ നമ്മളുടെ നെക്സ്റ്റ് ജനറേഷൻ വന്നിട്ട്, എൻ്റെ അപ്പൂപ്പൻ ഭയങ്കര ഫേമസ് ആയിരുന്നു, പക്ഷെ വീട്ടില് അരി വേവില്ലായിരുന്നു കേട്ടോ. ആളൊരു പൊട്ടനായിരുന്നു. ആൾക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കി ആർക്കും കൊടുത്തില്ല, ഞങ്ങളൊക്കെ പട്ടിണി കിട്ടു എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ്, ഹി ഈസ് വെൽ സെറ്റിൽഡ് ആൻഡ് ഹി ഹാവ് കെപ്റ്റ് ലോട്ട് ഓഫ് തിങ്സ് ഫോർ us. ഹി വാസ് എ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നമ്മൾ വളരെ പ്രാക്ടിക്കലാണ്. ഇപ്പൊ പോയിട്ട് എനിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി വണ്ടി കൊണ്ടുപോയി ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട്, ഞാനൊരു മ്യൂസിക് ഡയറക്ടറാണ്, ഞാൻ ഒരു പാട്ട് പാടി തരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരു പെട്രോൾ ഒഴിച്ചു തരില്ല. പെട്രോൾ ഒഴിക്കുന്ന പൈസ തന്നെ കൊടുക്കണം, കറൻസി തന്നെ കൊടുക്കണം. അവിടെ തന്നെ പ്രാക്ടിക്കലാണ്. അയ്യോ സാർ ഒരു പാട്ട് പാടി തന്നില്ലേ, കുറച്ച് 2 ലിറ്റർ പെട്രോൾ എക്സ്ട്രാ തരുമോ? ട്രൈ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. തരൂല്ലോ. ഗോപി സുന്ദർ എന്ന് പറഞ്ഞ പേര് കൂടുതലും ഈ ന്യൂ ജനറേഷൻ ജാങ്കോ പിള്ളേരുടെ കൂടെയൊക്കെയാണ് കേൾക്കണം കേട്ടോ, നിഷേധിക്കരുത്. അതെ. അപ്പൊ ഈ പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമയില് ഇതിന് മുന്നത്തെ ജനറേഷനിലെ ആൾക്കാരെ കൊണ്ട് പാടിച്ചപ്പോ അതും ഒരു ഫ്രഷ് ഫീൽ ആയിരുന്നു കേട്ടവർക്ക്. പ്രത്യേകിച്ച് വാണിയമ്മനെ കൊണ്ട് പാടിപ്പിച്ചപ്പോഴും ദാസേട്ടനെ കൊണ്ട് പാടിപ്പിച്ചപ്പോഴും ഒക്കെ അങ്ങനെ ഒരു ഫ്രഷ് ഫീൽ കേട്ടവർക്ക് തോന്നി, കേട്ട എനിക്കും തോന്നി. എന്റെ അപ്പൊ ഇത്ര നാളെ എവിടെയായിരുന്നു ഇവരൊക്കെ? ഇവരൊന്നും ഇങ്ങോട്ടും പോയിട്ടില്ല. അല്ല, നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ഞാനാണ് പുതിയതായിട്ട് വന്നത്. എന്റെ അമ്മയുടെ ഒക്കെ മടിയിൽ ഞാൻ പാൽക്കുപ്പി മയിൽ വെച്ച് കിടക്കുമ്പോ തന്നെ കേട്ടോണ്ടിരുന്ന പാട്ടുകളാണ് ദാസേട്ടൻ പാടിയ പാട്ടുകളൊക്കെ. ഈ പറഞ്ഞ പോലെ വാണിയമ്മയുടെ പാട്ടുകൾ. ഏതെങ്കിലും ഒരു പാട്ടൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെയുള്ള ലെജൻഡറി സിംഗേഴ്സ് കൊണ്ട് ഉപയോഗിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു നല്ല സിനിമ അതിന്റെ ഭാഗമായിട്ട് എല്ലാ രീതിയിലും പാട്ട് നന്നാവണം. ഇത്രയും വലിയ ലെജൻഡ്സ് ഒക്കെ സ്വന്തം സ്റ്റുഡിയോയിൽ വന്ന് പാടിയപ്പോ ഒരു ഫാൻ മൊമെന്റ് ഉണ്ടായിരുന്നു. പേടിയായിരുന്നു. ആദ്യമായിട്ട് ലൈഫിൽ എന്റെ പ്രൊഫഷണൽ ഞാൻ ആദ്യമായിട്ട് പേടിച്ചിരുന്ന മൊമെന്റ് ആണത്. ദാസേട്ടൻ വരുമ്പോ അയ്യോ എങ്ങനെ ഞാൻ എന്ത് പറയും, ഞാൻ എന്താ ദാസേട്ടൻ പറയാ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. സെൽഫീസ് എടുത്തോ? എടുത്തു. അത് ഫേസ്ബുക്കിൽ ഞാൻ കണ്ടു 2 അത് കൂടാണ്ട് എടുത്തു. അത് തന്നെ ഉള്ളു എന്റെ. അയ്യോ അങ്ങനെ ഒന്നും എനിക്ക് പേടിയായിരുന്നു. പേടിയായിരുന്നു. എന്താ ചോദിക്കാണോ ചെയ്തത്? ഞാനൊരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ പേടിച്ചു ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക ഫോട്ടോ എടുക്കാനായിട്ട്. പറയാൻ വേണ്ടിട്ടല്ലേ ചോദിച്ചപ്പോ തന്നെ എല്ലാവരും ഓടി വന്ന് നിന്ന് എടുത്തു. ആ ഫോട്ടോ ആണ് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. അതെ. ഇനിയും പെട്ടെന്നൊന്നും ഞാൻ അവരെ പാടിക്കില്ല, തീർച്ചയായിട്ടും. ഇനിയിപ്പോ പാടിക്കും. ഇനിയിപ്പോ ഇതുപോലെ ഒരു സന്ദർഭം ഇനി എപ്പോഴെങ്കിലും വരുമ്പോ ഡെഫിനറ്റ്ലി പാടിക്കും. പലപ്പോഴും പല സിംഗേഴ്സും ഞാൻ പാട്ടുണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു മൊമെന്റില് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവര് നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഉണ്ടാവും. ഇപ്പൊ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോ കണ്ണു തുറന്ന് നോക്കുമ്പോ മക്ബൂൽ മുമ്പിലിരിക്കുക. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തോണ്ടിരിക്കുമ്പോ അതിന് ഹമ്മിങ് പാടാൻ വേണ്ടി വന്ന
എന്റെ മനസ്സിൽ ചുമ്മാ തോന്നിച്ചാണ്, മക്ബൂലെ ഈ ട്യൂണൊന്ന് ചുമ്മാ എഴുതി വെക്കാൻ പറഞ്ഞു. അവൻ ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ടോന്ന് പോലും എനിക്കറിയില്ല. അവനടുത്ത് ഞാൻ പറഞ്ഞു, മക്കുവെന്ന് വിളിക്കുക, മക്കുവെന്ന് ചുമ്മാ എഴുതി വെക്കുന്നു. അവൻ എഴുതിയ ലൈൻസ് ആണ് എന്നിലെ എന്നിൽ പടച്ച പെണ്ണെ. അവൻ ഇതിനു മുമ്പ് ഒരു ലൈനും എഴുതിയിട്ടുമില്ല. എന്നിട്ട് അവനോട് ഞാൻ പറഞ്ഞു, നമുക്ക് വോയിസ് ബൂത്തിൽ പോകുന്നുണ്ട്, ഞാനും പാടി പുള്ളിയും പാടി. അങ്ങനെ രണ്ടൊരു പാടി ഉണ്ടാക്കിയ ഒരു പാട്ടാണ്. 5 മിനിറ്റ് കൊണ്ട് കമ്പോസ് ചെയ്ത ഒരു പാട്ടാണ്. അതാണ് കേരളം മുഴുവൻ പാടി നടന്നത്. അതെ, അത് ആ മൊമെന്റിലുണ്ടായ ഒരു സ്പാർക്ക് അതാണ് പിന്നീട് അതൊരു സിനിമയെ തന്നെ സെക്കൻഡ് ഹാഫിലോട്ട് പിടിച്ചു നിർത്തുന്ന ഒരു ഘടകമായി മാറിയത്. ഒന്ന് പാടിക്കേ കേക്കട്ടെ. എന്നിലെ എല്ലിനാൽ പടച്ച പെണ്ണെ, മുക്കത്തെ മണ്ണിലായി പിറന്ന പെണ്ണെ, എന്നിലെ രുഹിലെ പകുതിയല്ലേ, എന്നിലെ നൂറായി നീ നിറഞ്ഞതല്ലേ, എന്നിലെ വെളിച്ചവും നീയേ, മുത്തായി നീ മിന്നണ മാലയല്ലേ, എന്നിലെ ഇഷ്കിൻ്റെ നൂറേ, ആരും കാണാവോളിയും നീയേ, എൻ്റെ കിതാബിലെ പെണ്ണേ, എൻ്റെ കിതാബിലെ പെണ്ണേ. ഞാൻ 1-2 മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പേര് പറയാം. ഇവർക്കൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. എന്താന്ന് ഐഡന്റിഫൈ ചെയ്യണം. തമിഴ് ഇൻഡസ്ട്രിന്നാണ്. വിജയ് ആന്റണി, GV പ്രകാശ്, അനിരുദ്ധ്, ഇവർക്കൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവരെല്ലാവരും അഭിനയിക്കും. ഒരാൾക്ക് സിനിമ പ്രൊഡക്ഷൻ ഉണ്ട്, എല്ലാവരായിട്ടും നമുക്ക് പരിചയമുണ്ട്. സോ ഇവരെല്ലാവരും നന്നായിട്ട് അഭിനയിക്കുന്നവർ കൂടിയാണ്, നന്നായിട്ട് പൈസ ഉണ്ടാക്കാൻ അറിയുന്നവരാണ് ഇവരെല്ലാവരും. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതന്നെയാണ് എന്റെ ചോദ്യം. ഇവിടെ സംഗീതം ഒരു ആത്മീയതയുടെ ഭാഗമാണ്. അതൊരിക്കലും നമ്മൾ വിറ്റ് കാശാക്കരുത്. എന്നിട്ട് ചേട്ടാ എന്താ പൈസ തരാത്തതെന്ന് വെച്ചിട്ട് വാങ്ങിച്ച് ഇവിടെ റേഡിയോയിൽ പറയുമ്പോൾ സംഗീതം ഒരിക്കലും നമ്മൾ കച്ചവടമായി കാണാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞ ഒരു പ്രോഗ്രാമിന് പോയിട്ട് അവിടെ പോയിരുന്നിട്ട് ചേട്ടാ എന്താ പേയ്മെന്റ് തരാത്തത് എന്നിട്ട് അടി കൂടണം. അതാണ് ആക്ച്വലി തെറ്റ്. അങ്ങനത്തെ ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനത്തെ ആൾക്കാരേ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ ഉള്ള സ്ട്രേറ്റ് ഫോർവേഡുള്ള ആൾക്കാർ സംഗീതത്തിനെ ഓക്കെ ഞാൻ ഇത് എന്റെ തൊഴിലായിട്ട് കാണുന്നു, സംഗീതം എനിക്ക് കച്ചവടം തന്നെയാണ്, പക്ഷെ അതിൽ എന്റെ പാഷനും ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. അതാണ് സത്യം. ഇനി എന്റെ ചോദ്യം വീണ്ടും വരാം. ഇവരൊക്കെ ഫ്രണ്ട്സാന്നും പറഞ്ഞു, ഇവരൊക്കെ അഭിനയിക്കുന്നു പറഞ്ഞു. ഗോപിച്ചൻ തന്നെ കാണാൻ തെറ്റൊന്നുമില്ല, പിന്നെന്താ അഭിനയിക്കാത്ത? കാണാൻ തെറ്റില്ലാത്തതുകൊണ്ട് മാത്രമൊന്നും അഭിനയിക്കാൻ പറ്റുന്നില്ല. അഭിനയം വേറൊരു വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയാണത്. എടാ നിനക്ക് വേറെ പണിയൊന്നുമില്ല, എന്നാ അഭിനയിക്കാൻ പോയിക്കൂടെ എന്നാണ് ചോദിക്കണം പലരും. പക്ഷെ എനിക്ക് വളരെ സങ്കടം തോന്നും. കാര്യം അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും അങ്ങനെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ചോദിച്ചിട്ടുണ്ടോ ആൾക്കാര്? അഭിനയിക്കാൻ വേണ്ടി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അഭിനയം അങ്ങനെ വരാറില്ല. പിന്നെ ആരും എന്നെ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞത് എനിക്ക് ഇഷ്ടമല്ല. ബേസിക്കലി എനിക്ക് ഞാൻ പറയും അത് കേട്ടാ മതി. അങ്ങനെയല്ല, നിങ്ങൾ ഇങ്ങനെ ഇരിക്കണം, അങ്ങോട്ട് മാറിയിരിക്കൂ, അങ്ങോട്ട് തിരിഞ്ഞിരിക്കൂ, ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ നോക്കൂ. ഇനി ഡയലോഗ് പറഞ്ഞോ. ഡയലോഗ് ഡയലോഗ് തെറ്റിച്ചു ഉറച്ചുണ്ട്. ഇനി ഇവിടെ നോക്കി പറയണം. ഓക്കെ, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എന്റെ ക്രിയേറ്റീവ് എന്റെ ഫ്രീഡമാണ്. അതെനിക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാനാണ് ഇഷ്ടം. വേറൊരാൾ ക്രിയേറ്റീവിന്റെ മുകളിൽ കിടന്നിട്ട് ഡാൻസ് കളിക്കാൻ എനിക്ക് താല്പര്യമില്ല. ബേസിക്കലി വേറൊരു വ്യക്തിത്വത്തെ നമ്മളുടെ മനസ്സിലോട്ട് ആവാഹിച്ച് അത് വേറൊരു പ്രക്രിയയാണ് മൊത്തത്തിൽ. അതൊക്കെ പ്രേതം കൂടിയ പോലെ അവസ്ഥയാണ്. അതൊന്നും എനിക്ക് അത്രയൊന്നും കഴിവില്ല. എനിക്ക് അതിനുള്ള ആരോഗ്യമില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ. ഉണ്ണി ആരോഗ്യമില്ല ഉണ്ണി. ആ സെറ്റപ്പ്. എനിക്ക് ദൈവം സഹായിച്ച നല്ലൊരു മ്യൂസിക് ടേസ്റ്റ് ഉണ്ട്. അഭിനയിക്കാനൊന്നും എനിക്കറിയില്ല. അഭിനയിക്കാൻ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാ? അയ്യോ അതിപ്പം ഫസ്റ്റ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കിഴക്ക് വാസൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഡയറക്ടറാണ് തമിഴില്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ചോദിക്കുന്നത്. പിന്നെ ഹരിഹരൻ സാറ് എന്റെ സ്വന്തം ജാനിക്കുട്ടി എന്ന് പറഞ്ഞ പടത്തില് ഹീറോന്റെ റോള് ശരത്ത് അഭിനയിച്ച ആ ക്യാരക്ടർ അത് ആദ്യം എന്നെ ചുമ്മാ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ചാക്കോച്ചനെ കിട്ടിയ ഫസ്റ്റ് റോള് അനീതി പ്രാവിന്റെ സമയത്ത് പാച്ചിക്ക് എന്നോട് ചുമ്മാ ഇങ്ങനെ തമാശക്ക് ചോദിച്ചിട്ടുണ്ട്. ചാക്കോച്ചന്റെ റോള് അല്ല, വരേണ്ട ആളല്ല. സത്യം. പിന്നെ അടുത്തത് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. മലയാള സിനിമ രക്ഷപ്പെട്ടു. ഒരുപാട് പേർക്ക് കിഴക്ക് പോക്കെന്ന് പറഞ്ഞ പാട്ട് കേൾക്കാൻ പറ്റി, ഓലഞ്ഞാലിക്കുരി കേൾക്കാൻ പറ്റി, എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റി, ഞാൻ സമാനമായിട്ട് ജീവിക്കുന്നു, ഇങ്ങനെ റേഡിയോമേങ്ക വരാൻ പറ്റി, ശാലിനിയെ കാണാൻ പറ്റി. എന്തൊക്കെ നല്ല നല്ല മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു. അന്നെങ്ങനെ അഭിനയിക്കാൻ പോയിരുന്നെങ്കിൽ അയ്യോ തീർന്നു പോയനെ. ഇനി ആരെങ്കിലും അഭിനയിക്കാൻ വിളിച്ചാലും പോകില്ല. അഭിനയത്തിന് ഞാൻ പോകില്ല, ഉറപ്പായിട്ട് പോകില്ല. പിന്നെ എന്താ പോവാ? ഇനിയിപ്പോ വേണമെങ്കിൽ എന്തെങ്കിലും അഭിനയിക്കുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞതൊന്നും വെച്ചിട്ട് എന്നെ കളിയാക്കാൻ പറ്റും. ഇപ്പൊ പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും പോകില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അഭിനയിക്കാൻ പോകുമ്പോ ഇത് കേട്ടോ ഒന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളല്ലേ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഇപ്പൊ ആരെങ്കിലും വന്നിട്ട് എന്റെ അടുത്തൊന്ന് ഒരു 10 കോടി രൂപ തരാം, 5 കോടി തരാം, അറ്റ്ലീസ്റ്റ്
ഒരു 4 കോടി തരാം, നീ ഒരു പടത്തിൽ അഭിനയിക്കുമെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് യെസ്, ഞാൻ അഭിനയിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ളൂ, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അതിനെ കാണും. ഒരാൾ വന്നിട്ട് 4 കോടി രൂപ 5 കോടി രൂപ പെട്ടെന്ന് ഒരു 2 മാസത്തെ ഡേറ്റ് തന്നാൽ മതി. ഹീറോ ആയിട്ടെന്നൊക്കെ പറഞ്ഞാൽ അഭിനയിക്കോ? ഹീറോ എന്നല്ല, സൈഡായിട്ടും ഒരിക്കൽ ഒരു 4 കോടി വന്നിട്ട് അഭിനയിക്കാൻ പറഞ്ഞു, ഞാൻ അഭിനയിക്കും. കാര്യം ഞാനൊരു പ്രോജക്റ്റ് ആയിട്ടാണ് കാണുന്നത്. സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തന്നെയാണല്ലോ. അങ്ങനെ ശാലിയുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഇങ്ങനെ സിനിമ എടുക്കാനുണ്ടെങ്കിൽ ഗോപിസുന്ദറിന് 4-5 കോടി തന്നിട്ട് ഒരു സിനിമ എടുക്കാൻ താല്പര്യം പറഞ്ഞോളൂ, ഞാൻ റെഡിയാണ്. അറിയാവുന്ന പണിയെന്താ പറഞ്ഞത്? അറിയുന്നതാണ് മ്യൂസിക് തന്നെ. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. താങ്ക് യു. അതാണ് നല്ലത്. ഗോപിസുന്ദർ ഒരു വലിയ ഭക്ഷണപ്രിയനാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ ആ ഒരു ഭക്ഷണപ്രിയൻ ഇത്ര നാളും കണ്ട പോലെ ഒന്നുമല്ലോ ഇപ്പൊ ഞാൻ കാണുന്ന. ആ കൂടി ട്രിം ഡൗൺ ഒക്കെ ചെയ്ത് കുറച്ചുകൂടി മിടുക്കനായിട്ടുണ്ടല്ലോ. എന്താ ഡയറ്റ് അല്ലേ? ഡയറ്റ് തന്നെ. ഇത് വണ്ണം കുറയാൻ വേണ്ടിയിട്ടുള്ള ഡയറ്റ് ആണോ അതെങ്കിലും കൊളസ്ട്രോള് ഷുഗർ? ദൈവം സഹായിച്ചു ടച്ച് വുഡ് ഇതൊരു മെഡിസിൻ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ തടി കുറയ്ക്കണമെന്ന് തോന്നി. എത്ര കിലോ ഉണ്ടായിരുന്നു? ഞാൻ 102 ഉണ്ടായിരുന്നു. എന്റെ അമ്മേ. ഞാനിപ്പോ കുറച്ച് ഇപ്പൊ ഏകദേശം 96 എത്തിയിട്ടുണ്ടെന്നാണ്. 96 ഉണ്ടോ? ഞാൻ 6 feet. എന്റെ ബോൺ വെയിറ്റ് തന്നെ ഏകദേശം 85 വരയ്ക്കും വരാം. ആരെങ്കിലും ഉപദേശിച്ചിട്ടാണോ ഈ ഡയറ്റ് ഒക്കെ നോക്കാൻ? അല്ലല്ല, അങ്ങനെ ആർക്കെങ്കിലും ഉപദേശിച്ചു സ്വന്തമായിട്ട് തോന്നിയെങ്കിൽ മാത്രമേ ഡയറ്റ് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഉപദേശം നമുക്ക് എല്ലാ സിനിമയുടെ മുൻപും ഒക്കെ പറയുന്നുണ്ടല്ലോ, ഇന്റർവ്യൂവിന് മുമ്പും പടം തുടങ്ങുന്നതിന് മുമ്പും പറയുന്നുണ്ട്. ഏറ്റവും ശ്വാസകോശത്തിന്റെ ഒരു കാര്യം പറയുന്നുണ്ട്. അന്ന് കരുതി നമ്മളാരെങ്കിലും പുകവലിക്കാതെയോ മദ്യമിക്കാതെയോ ഇരിക്കുന്നുണ്ടോ? അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള സംതൃപ്തി അടയുന്ന രീതിയിലുള്ള എങ്കിൽ എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത്. അത് ഞാൻ പറയില്ല. എന്താ പറയുമോ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലരും ട്രൈ ചെയ്യും. ഇത് എല്ലാവർക്കും യോജിച്ചോളണമെന്നില്ല. അതുകൊണ്ട് ഞാനിത് പറയുന്നത്. അങ്ങനെ അല്ലാതെ ബാക്കിയുള്ളവരെ പോലെ സുന്ദരന്മാരാവണ്ടെന്ന് കരുതിയിട്ടല്ല. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഡയറ്റ്സ് ഉണ്ട്. പെട്ടെന്ന് ഒരു 10 ദിവസം കൊണ്ടൊക്കെ 10 കിലോ കുറയ്ക്കുന്ന ഡയറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊരു സ്ലോ പ്രോസസ് ഡയറ്റ് ആണ്. ശരി, ഈ ഡയറ്റിൽ ചിക്കൻ ഉണ്ടോ? ചിക്കൻ ഉണ്ട്. റെഡ് മീറ്റ് ഒക്കെ ഉണ്ടോ? ഇല്ല. എന്റെ ഡയറ്റിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂറിൽ നമ്മളുടെ ശരീരത്തിൽ ഒരിക്കൽ മാത്രമേ നമ്മൾ ഫുഡായിട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ ലിക്വിഡാണ് കഴിക്കുന്നത്. ലിക്വിഡും ബോയിൽഡ് വെജിറ്റബിൾസും മാത്രമേ കഴിക്കുന്നുള്ളൂ. സ്പ്രൗട്ട്സ് ഒക്കെ ഉണ്ടോ? മുളപ്പിച്ച അതൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, പക്ഷെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. അതായത് ഇതിന്റെ കോൺസെപ്റ്റ് 6 ദിവസം നമ്മൾ ഫോളോ ചെയ്യില്ല, 7 ദിവസം ബ്രേക്ക് ചെയ്യണം. 7 ദിവസം ബിരിയാണി തട്ടോ? 7 ദിവസം നല്ല ബിരിയാണി ആയിട്ട് ഇന്നലെ ആയിരുന്നു ആ ദിവസം. എന്റെ ഭാഗ്യത്തിന് ഞാൻ കാലിക്കറ്റും പോയി പെട്ട്. വണ്ടർഫുൾ ആയിട്ട് അമ്മമ്മന്ന് ചോറ് കഴിക്കാന്ന് പറഞ്ഞ് ചെന്നപ്പോ ലേറ്റ് ആയി പോയി. വീണ്ടും തിരിച്ചു വന്ന് ബിരിയാണി അടിച്ച് 24 hours നമ്മുടെ ശരീരത്തിന് എടുക്കാൻ പറ്റുന്ന ഫാറ്റ് കണ്ടന്റിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതിൽ കൂടുതൽ എടുക്കാൻ പറ്റില്ല. ബാക്കിയുള്ള റിജക്ട് ആവും. അതുകൊണ്ട് ഇന്ന് രാവിലെ നല്ല എനിക്കൊരു ഡോക്ടർ ഉണ്ട്, എന്റെ ഫ്രണ്ട്, പുള്ളി പറഞ്ഞു. ശരി, ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ്. പിന്നെ നമ്മുടെ സൗകര്യത്തിന് ആക്കാന്ന് മാത്രമേ ഉള്ളൂ. ഈ ബാക്കി രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴേ അവിടുന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച ഭക്ഷണമൊക്കെ അവിടുത്തെ ബെസ്റ്റ് ഡെലിക്കസി എന്താ, അവിടുത്തെ ക്വിസിൻ എന്താന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചെന്നെ തട്ടോ? അതോ കേരള ഫുഡ് അന്വേഷിച്ച് നടക്കോ? ചില മലയാളികൾക്ക് ആരംഭ ശൂരത്വം എന്ന് പറയില്ലേ, ഏത് സ്ഥലത്ത് പോലെ ആദ്യത്തെ ദിവസം അവിടുത്തെ ഒരു ഡിഷൊക്കെ എടുത്ത് കഴിക്കും. പക്ഷെ അത് തന്നെ നമുക്ക് 2 ദിവസം കഴിക്കാൻ പറ്റും. 3-ാമത്തെ ദിവസം കഴിയുമ്പോൾ കൊച്ചു കരയാൻ തുടങ്ങും. എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് ചോറ് വേണം, മീൻകറി വേണം, നമ്മുടെ മോരുകറി വേണം. പിന്നെ അതൊക്കെ ആലോചിച്ച് പിന്നെ അച്ചാറൊക്കെ എടുത്ത് വെറുതെ നിൽക്കും. ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടും, നാട്ടിലൊരു ടേസ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചോറും കറിയും അല്ലെങ്കിൽ കഞ്ഞിയും ചമ്മന്തിയും നമ്മുടെ ഉണക്ക മീനൊക്കെ കൂട്ടി കഴിക്കുന്ന ഫീല് ഒരിക്കലും കിട്ടില്ല. ഒരു സുഖമില്ല അല്ലേ? നമുക്ക് പറ്റില്ല, മലയാളികൾക്ക് പറ്റില്ല. അല്ല, ചോദിക്കട്ടെ, ഈ കാഴ്ചയിൽ വെച്ച് ഏറ്റവും വിയേർഡ് ആയിട്ടുള്ള ഫുഡ് എന്തായിരുന്നു? ഫസ്റ്റ് ടൈം ഞാൻ ബാങ്കോക്ക് ആയിരുന്നു. ബാങ്കോക്ക് അവിടെ പോയപ്പോ സുഷിയില് ഫിഷ്, സുഷിയിൽ ഒരു ഫിഷ് ഐറ്റം അത് പെട്ടെന്ന് വയലോട്ട് വെച്ചപ്പം ഞാൻ ഒരു നല്ലൊരു ടേസ്റ്റ് പ്രതീക്ഷയാണ് വെച്ചത്. ഒരു കിക്കായിരുന്നു വെച്ചത്. അതും അടിച്ചതോടുകൂടി എന്താ പറയാ, പച്ചക്കൊരു മീനിനെടുത്ത് വായിൽ വെച്ച പോലെ തോന്നി. അപ്പോഴേക്കും ഞാൻ വേറെ സോസ് ഒക്കെ അടിച്ചിട്ട് ഞാൻ വിട്ടുകൊടുത്തില്ല, ഞാൻ കഴിച്ചത്. അങ്ങനെ ഞാൻ തുപ്പിക്കളയില്ല, നല്ല പൈസ കൊടുത്ത് വാങ്ങിച്ചോണ്ട്. വയറ് ചീത്തയാലും സാരമില്ല, ഞാൻ തിന്നിട്ടെ കാര്യം. ജിമ്മിലൊക്കെ പോവോ? ജിമ്മില് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കൈകെട്ടി നിന്നപ്പോഴാണ് ഞാൻ മസിൽ നോക്കണേ. അല്ല, ഇത് ജന്മന ഉള്ളതാ. അല്ല, ഇപ്പൊ ജിമ്മിൽ പോണപ്പോ എന്തിനാ മസിൽ വീർപ്പിക്കാനാ? മസിൽ വീർപ്പിക്കാനല്ല, 6 pack. ഓയോ, അത്രയ്ക്കൊന്നുമില്ല, നമുക്ക് ഫാമിലി പാക്കാ. പിന്നെ ഇന്നത്തെ പെൺകുട്ടികൾക്ക് 6 pack താല്പര്യമില്ലെന്നാണ് കേട്ടറിവ്. ആണല്ലേ? ഒരു സർവേ ഒക്കെ നടത്തിയിട്ട് വന്നിരിക്കുകയാണ്. അല്ല, എനിക്ക് പൊതുവെ ഫാമിലി പാക്കിനോടാണ് താല്പര്യം. 6 pack പണിയാണ്. 6 pack ഇത്തിരി പണിയാണ്, കിട്ടാത്ത വന്നിട്ട് വിളിക്കുന്നു പറയില്ലേ. അപ്പോ ഉള്ളത് കൊണ്ട് വേണം പോലെ പോകുന്നു മാത്രമേ ഉള്ളൂ. ഈ റൗണ്ടിന്റെ പേര് പാഞ്ച് കാ പഞ്ച് എന്നാണ്. ഞാൻ 5 വാക്കുകൾ പറയും. ഈ 5 വാക്കും പറയുമ്പോ എന്താണോ ആദ്യം മനസ്സിൽ തോന്നണം അത് പറഞ്ഞാൽ മതി. ഒരു ഉറപ്പ് വരാത്ത ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞേ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞോളാം. ഞാണിന്മേൽ കളി. നമ്മുടെ ഇവിടെ വണ്ടി ഓടിക്കുന്ന ഒരു ഞാണിന്മേൽ കളിയാണ്. കൊച്ചിയിലൂടെ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ മൊത്തം വളരെ കുറച്ച് ഏരിയ ഉള്ളൂ വളരെ സേഫ് ആയിട്ട് പോകാൻ പറ്റുന്നത്. ഇപ്പൊ ഈ ഞാണിന്മേൽ കളി കളിച്ചിട്ടാണോ സ്റ്റുഡിയോയിലേക്ക് വന്നത്? തീർച്ചയായിട്ടും. ഞാൻ കാലിക്കറ്റിനാണ് വണ്ടി ഓടിച്ചു വരുന്നത്. അപ്പൊ എന്റെ അവസ്ഥ ഞാണുമേല വലിയ റോഡുമേണ് കളിക്കുന്നത്.
ശരി, മെസ്സേജ് എന്ന് പറയുമ്പോഴോ? മെസ്സേജ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് ടു അവോയ്ഡ് ക്രിറ്റിസിസം, സേ നത്തിങ്, ഡു നത്തിങ് ആൻഡ് ബി നത്തിങ്. പെട്ടെന്ന് മെസ്സേജ് പറയാൻ തോന്നിയപ്പോ പറഞ്ഞതാ. വിമർശനം എന്ന് പറയുമ്പോ ബിഗ് താങ്ക്സ്, ബിഗ് താങ്ക്സ്, താങ്ക് യു ഫീലിംഗ് ആണ് വരുന്നത്. ഇവരിങ്ങനെ വിമർശിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വളരാനും സാധിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഇവരിപ്പോ ട്രോളന്മാരൊക്കെ അടിക്കുന്ന ക്രിയേറ്റിവിറ്റി ഈസ് ടു ഗുഡ്. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര നല്ല ക്രിയേറ്റീവ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അതല്ല, എന്നെ പറ്റി എഴുതി തന്നെ ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് ഞാൻ തന്നെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ വിമർശനം എന്ന് പറയുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വല്ലതും കേട്ടതുപോലെ ഓർമ്മ വരുന്നുണ്ടോ? എന്നെ പറ്റി എപ്പോഴും വിമർശനം ഉണ്ടാവും. അത് ഉണ്ടാവണം. എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. ടു അവോയ്ഡ് ക്രിറ്റിസിസം, സേ നത്തിങ്, ബി നത്തിങ് ആൻഡ് ഡു നത്തിങ്. അതായത് ഒന്നും ചെയ്യാതിരിക്കുക, ഒന്നും പറയാതിരിക്കുക, ഒന്നും ആവാതിരിക്കുക. ചുമ്മാ ചൊറിയും കുത്തി ചൂണ്ടായിട്ട് ഇരിക്കുന്നവന് മാത്രമേ വിമർശനം ഇല്ലാതായിരിക്കാൻ സാധിക്കുള്ളൂ. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ കല്ലേറ് വീഴ തന്നെ ചെയ്യും. ആഗ്രഹം എന്ന് പറയുമ്പോഴോ എനിക്ക് ഇപ്പോഴും തോന്നുന്നൊരു ആഗ്രഹമുണ്ട്. നമ്മുടെ മുമ്പുള്ള ഒരു ജനറേഷൻ നമ്മുടെ കുട്ടികളെ പേരിന്റെ കൂടെ ഈ ജാതിയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി, അതൊരു ആവശ്യമില്ലാത്ത കാര്യമായിരുന്നല്ലോ. അതില്ലാത്തൊരു നാളെ വേണം. അതുകൊണ്ട് ഇന്ന് തുടങ്ങി നമ്മൾ ജനിപ്പിക്കുന്ന കുട്ടികൾക്കെങ്കിലും തിരിച്ചറിയപ്പെടാൻ വേണ്ടി മാത്രം ഒരു പേര് വേണം. അതെനിക്കൊരു വലിയ ആഗ്രഹമാണ്. അതിവിടെ പറയണം തോന്നി. ആദ്യമായിട്ട് റേഡിയോ മേഖല ശാലിനിയുടെ അടുത്താണ് അത് പറയുന്നത്. അയ്യോ, വേറെ കാര്യം, സർനെയിം ഇടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അച്ഛന്റെ പേരും അമ്മയുടെ പേരൊക്കെ ഇടാം, ഒന്നും കുഴപ്പമില്ല. മറ്റേ സംഭവം അല്ലേ? അത്രേ ഉള്ളൂ. ശരി, എന്നാ പിന്നെ ലാസ്റ്റ് ആണ് കേട്ടോ. ഇത് വളരെ ഇഷ്ടമുള്ള കാര്യമാവാനാണ് സാധ്യത. ഫുഡ് എന്ന് പറയുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡിഷ് കഴിച്ചതായിട്ടോ? ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിശന്നിട്ട് പോയ കാര്യം. ഇപ്പൊ ഡയറ്റ് ചെയ്തോണ്ടിരിക്കണേ. ഡയറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പട്ടിണി കിടക്കാനും കുഴപ്പമില്ല. ഡയറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കിട്ടുകയും ചെയ്യുന്നത് മുഴുവൻ കഴിക്കാനും പറ്റില്ല എന്നുള്ള അവസ്ഥ. നമ്മളെ കൊതിപ്പിക്കും വെറുതെ. അതെ, അപ്പൊ വളരെ ലിമിറ്റഡ് ഫുഡാണ് ഇപ്പൊ കഴിക്കുന്നത്. ഇഷ്ടമുള്ള ഫുഡ് എന്താ? ഏതാണ് ഇഷ്ടമില്ലാത്ത ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനങ്ങനെ കേട്ടു, പലരും പറഞ്ഞിട്ട് ഭയങ്കര ഫുഡിയാണ്. അതുപോലെ ഡയറ്റും ചെയ്ത് അപ്പൊ തന്നെ കുറയ്ക്കുകയും ചെയ്യും. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു ഫുഡ് ഉണ്ടെങ്കിൽ കൈപ്പയ്ക്ക മാത്രമേ ഉള്ളൂ. ഇഷ്ടമല്ല എനിക്ക് കൈപ്പയ്ക്ക ഇഷ്ടമല്ല. കൈപ്പയ്ക്ക കൊണ്ടാട്ടം മാത്രം കഴിക്കും. പക്ഷെ അല്ലാണ്ട് അതിന്റെ വേറെ ഒരു ഫോമും ഞാൻ കഴിക്കില്ല. എനിക്കത് കഴിച്ച് കഴിഞ്ഞാൽ തലയൊക്കെ കറങ്ങുമല്ലോ തോന്നും. മാനസികമായിരിക്കും. മ്യൂസിക് ഡയറക്ടർ ഗോപി സുന്ദർ ഇതിനു മുന്നേ സ്പോട്ട്ലൈറ്റിൽ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. പാടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരിൽ ഒരാള് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്ന്. അങ്ങനെയല്ല, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടി സാറിന്റെ വോയിസ് എനിക്ക് ഡിഫറെന്റ് ആയിട്ട് തോന്നും. പല ഫോക്ക് സോങ്സിനൊക്കെ ചേരുന്നൊരു വോയിസ് ആണ്. മിമിക്രി കുറച്ച് അത്യാവശ്യം ഇങ്ങനെ വെറുതെ ഇങ്ങനെ വേറെ ടോണിലൊക്കെ ഞാൻ ഇങ്ങനെ വെറുതെ സംസാരിക്കും. അതിന് ഇപ്പൊ കളിയാക്കാൻ വേണ്ടിട്ട് ഇപ്പൊ റേഡിയോയിൽ ഒരു സ്പോട്ട് ഒരു ഇതിനു വേണ്ടി വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാന്ന് മാത്രം. പക്ഷെ എനിക്കത് പാളിപ്പോകത്തുള്ളൂ. അല്ല, പാളിപ്പോയി നാട്ടുകാർ എന്തായാലും നിങ്ങളായിട്ട് പോകേണ്ട കാര്യമില്ല. പക്ഷെ എനിക്ക് അങ്ങനെ മിമിക്രി കാണിക്കുകയാണെങ്കിൽ ആദ്യമേ അദ്ദേഹത്തിന്റെ പേരങ്ങ് പറഞ്ഞേക്കണം. അതാണ് നല്ലത്. പിന്നെ ചോദിക്കണേക്കാളും ഇത് ആരാന്ന് ചോദിക്കണേക്കാളും നല്ലത് ആദ്യം പറഞ്ഞിട്ട് ഒരാളെ കാണിച്ച്. ഇത് അങ്ങനെ പറഞ്ഞ അറിയില്ല, ഇപ്പൊ ഒരു ടച്ചും ഇല്ല അതിനെപ്പറ്റി. ശരി, ചോദിക്കട്ടെ, ഇതിപ്പോ ഉമ്മൻചാണ്ടി സാറിന് കഴിഞ്ഞ മന്ത്രിസഭയുടെ സമയത്തായിരുന്നു വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. ഈ മന്ത്രിസഭയിൽ അങ്ങനെ പാടാൻ കഴിവുള്ള ഏതെങ്കിലും മന്ത്രിനെ സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇല്ല, അവർക്ക് സ്പോട്ടിന് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പഠിച്ചോളൂ. എല്ലാവരും വോയിസും കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്താ ഇപ്പൊ മന്ത്രിസഭ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നിയമസഭയിൽ ബഹളൊക്കെ വരട്ടെ. ആരൊക്കെ കാറും ആരൊക്കെ കൂവും അങ്ങനൊന്നും എനിക്കറിയില്ല. അവരൊന്നും കൂവാതിരിക്കട്ടെ, ജനങ്ങളെ കൊണ്ട് കൂവിക്കാതിരിക്കട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോ എന്തൊക്കെ പ്രോജക്റ്റ്? കുറെ നേരം എന്റെ അടുത്ത് പറയണോ നല്ല തിരക്കിലാണ്. എന്തൊക്കെ പ്രോജക്റ്റ് ഇപ്പൊ ഉള്ളത് ലൈനിലുള്ള പ്രോജക്ട്സ് കുറെ ഉണ്ട്. ദുൽഖറിന്റെ അമൽ നീരദ് പ്രോജക്റ്റ് ഉണ്ട്. ദുൽഖറിന്റെ തന്നെ വേറൊരു പ്രോജക്റ്റും കൂടി ഉണ്ട്. ആൻഡോ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്, പേരിട്ടില്ല അതിന്. പിന്നെ ദിലീപ് ഏട്ടന്റെ സിനിമയുണ്ട്. ഫഹദ് ഫാസിലിന്റെ ഏകദേശം 2-3 സിനിമകളുണ്ട്. ഒന്ന് റാഫി സാറിന്റെ പടം, പിന്നെ ഒന്ന് മാർത്താണ്ഡൻ ചേട്ടന്റെ പടം, പിന്നെ ഒരെണ്ണം അനിൽ രാധാകൃഷ്ണൻ. അതിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ബാക്കി 2 പടത്തിന് ഏകദേശം കമ്പോസിങ് തുടങ്ങിക്കഴിഞ്ഞു. പൃഥ്വിരാജിന്റെ പടമുണ്ട്, വിമാനം എന്ന് പറഞ്ഞ സിനിമയുടെ കമ്പോസിങ്ങിലോട്ട് കയറാൻ പോകുന്നു. മമ്മൂക്കയുടെ ഗ്രേറ്റ് ഫാദർ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. സോ തെലുങ്കില്, മലയാളം ഇനി കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. അതുകൊണ്ട് എക്സെട്രാ. പിന്നെ തെലുങ്കില് നാനിയുടെ ഒരു സിനിമയുണ്ട്, വെങ്കടേഷ് സാറിന്റെ ഒരു സിനിമ ഇപ്പോൾ പോകുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ശർവാനന്ദ് ഒരു സിനിമ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ പല സിനിമകളും ചർച്ചയിലാണ് തെലുങ്കില്. സോ ഇത്രയും പ്രോജക്ട്സുകളുണ്ട്. ചില പ്രോജക്ട്സ് ഞാൻ പറഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. പക്ഷേ ഇത്രയും പ്രോജക്ട്സ് ഒക്കെ ഉണ്ടെന്നുകൊണ്ട് ഇനിയുള്ള പ്രൊഡ്യൂസേഴ്സ് ഇനി ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ബിസിയാന്ന് വെച്ച് വരാതെന്നിരിക്കേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാവരും വന്നോളൂ. എന്റെ കയ്യിൽ നിങ്ങളുടെ എല്ലാവരും പ്രോജക്ട്സ് വളരെ സേഫ് ആണ്. അത്രയ്ക്കധികം സ്റ്റോക്ക് ഉണ്ട് കയ്യില്. സ്റ്റോക്ക് അല്ലെന്നേ, ഞാൻ പറയട്ടെ, അത്രയ്ക്കധികം ദൈവികമായിട്ടുള്ള കഴിവുള്ള ഒരാളാണ് റേഡിയോ ബാങ്ക് സ്പോട്ട്ലൈറ്റിൽ എന്റെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് ഹിസ് നെയിം ഈസ് ഗോപി സുന്ദർ. അത്രയ്ക്ക് വേണ്ട, കുറച്ച് കുറയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ അപ്പം ചുട്ടു കൊടുക്കുന്ന പോലെ നിറയെ ട്യൂൺസും ഒക്കെ ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ നിങ്ങളുടെ പ്രോജക്ട്സ് എന്നും എൻ്റെ കയ്യിൽ സേഫ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ എല്ലാവരും പ്രോജക്ട്സിൽ എന്നെ ഉൾപ്പെടുത്തുക. കേരളത്തിൽ ഇറങ്ങുന്ന എല്ലാ സിനിമയുടെയും മ്യൂസിക്
തന്നെ ചെയ്യട്ടെ. ഞാൻ തന്നെ ഞാൻ 4-5 സ്ഥലം ഇവിടെ എറണാകുളത്ത് MG റോഡൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. നോക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം എല്ലാ പ്രൊഡ്യൂസേഴ്സും നിങ്ങൾ സിനിമ എടുക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് ഒന്നും പ്രശ്നമില്ല, എന്ത് ബഡ്ജറ്റിലും ഗോപി സുന്ദർ വർക്ക് ചെയ്ത് തരുന്നതായിരിക്കും. ജയ് ഹിന്ദ്. എന്തായാലും ഇപ്പം നമ്മുടെ ടേൺ നോക്കിയേ. ഈ കഴിഞ്ഞ 4 മണിക്കൂർ സാക്ഷാൽ ഗോപി സുന്ദർ, മ്യൂസിക് ഡയറക്ടർ ഗോപി സുന്ദർ ആയിരുന്നു ഇവിടെ ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ അടുത്ത ആഴ്ച അടുത്ത ഗസ്റ്റുമായിട്ട്